ഇന്ന് നമ്മളുടെ 11th സെഷൻ ആണ് അല്ലെ? 11th ലൈവ് സെഷൻ ആണ്. ആൻഡ് ഓൾമോസ്റ്റ് ഒരു 78 ഡേയ്സ് നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ വാട്ട് ഡു യു ഓൾ ഫീൽ? ഈ 78 ഡേയ്സിന്റെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഹൗ ഡു യു ഓൾ ഫീൽ? You feel good? How much improvement do you feel you have? നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഓർ ഇറ്റ്സ് എ സ്ലൈറ്റ് ഇംപ്രൂവ്മെന്റ് ഓർ എ ഗ്രേറ്റ് ഇംപ്രൂവ്മെന്റ്? Okay, there is a newbie here. That's okay. പുതിയതായിട്ട് ജോയിൻ ചെയ്തേക്കുന്നവര് മെന്റേഴ്സിന്റെ കയ്യിൽ നിന്ന് റീസെന്റ് ആയിട്ട് ചെയ്ത ടാസ്കുകൾ മേടിക്കുക. ആൻഡ് ഇതുവരെയുള്ള ലൈവ് സെഷൻസ് എല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിന്റെ ലിങ്കും നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, മച്ച് ഇംപ്രൂവ്ഡ്, ഇംപ്രൂവിംഗ്. ഓക്കെ, വെരി ഗുഡ്. കോൺഫിഡൻസ് ടു ടോക്ക് വിത്ത് അതേഴ്സ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ആൻഡ് പിന്നെ അറിയേണ്ട ഒരു കാര്യം, ഈ 78 ഡേയ്സിൽ 78 on 78 ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തവരുണ്ടെങ്കിൽ ഗിവ് മി എ തംസ് അപ്പ്. 78ൽ ഒരു 2-3 ഡേയ്സ് ഒക്കെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ ഒരു 78ൽ 75 ഓർ എബവ് ഡേയ്സും ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തവരുണ്ടെങ്കിൽ ഗിവ് മി എ തംസ് അപ്പ്. ഓക്കെ, ഐ കെൻ സി ഷഹാന ഫൈസ്. ഷഹാന ഫൈസ് മാത്രമേ ഉള്ളോ? ഓക്കെ, ഇതുവരെ എനിക്ക് ഷഹാന ഫൈസിന്റെ റിപ്ലൈ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വെരി ഗുഡ് ഷഹാന ഫൈസ്, ദിസ് ഇസ് ടു ബി അപ്രിഷിയേറ്റഡ്. കാരണം എല്ലാവരും വളരെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നവരല്ല. കുറച്ച് പേര് ഓൾറെഡി വർക്കിംഗ് ആണ്, കുറച്ച് പേർക്ക് മറ്റു ഫാമിലി അങ്ങനെ ഇങ്ങനെ എല്ലാവരും ബിസിയാണ്. സോ അതിന്റെ ഇടയിലും ഇഫ് യു ടേക്കൺ ദിസ് എഫേർട്ട് ടു കംപ്ലീറ്റ് എവറി ഡേയ്സ് ടാസ്ക്, ദാറ്റ്സ് എ വെരി ഗ്രേറ്റ് തിങ്. ഓക്കെ, വെരി ഗുഡ് ഷഹാന, വെൽ ഡൺ. സോ നെക്സ്റ്റ് വീക്ക് ഞാനത് ചോദിക്കുമ്പോൾ എനിക്ക് കൂടുതൽ തംസ് കിട്ടണേ. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ സെഷന്റെ ടോപ്പിക് എംബ്രേസിംഗ് കൾച്ചറൽ നുവാൻസസ് ആൻഡ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. ഇന്നത്തെ അജണ്ട നമ്മൾ കൾച്ചറൽ നുവാൻസസ് ഇൻ ഇംഗ്ലീഷ്. ഈ നുവാൻസസ് എന്ന വേർഡ് കൊണ്ട് ഡിഫറൻസ് എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. കൾച്ചറൽ നുവാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ ഇപ്പോ തൃശ്ശൂർ സംസാരിക്കുന്ന ഭാഷയിൽ വ്യത്യാസമുണ്ട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം എല്ലാ ഡിസ്ട്രിക്റ്റിലും സംസാരിക്കുന്ന ഭാഷയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളില്ലേ? ആ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾക്ക് പറയുന്നതാണ് കേട്ടോ നുവാൻസസ്. സോ ഇംഗ്ലീഷിലും ഇപ്പൊ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ഒരുപാടുണ്ട്. പക്ഷെ ഈച്ച് കൺട്രിയിൽ ഒരേ വേർഡ് തന്നെ ഡിഫറെന്റ് മീനിങ്ങിൽ ഉപയോഗിക്കും. സോ അതാണ് കൾച്ചറൽ നുവാൻസസ്. നെക്സ്റ്റ് ഇസ് അഡ്വാൻസ്ഡ് കൺവെർസേഷൻ സ്കിൽസ്, ഡിബേറ്റ് ആൻഡ് പെർsuasion, then mastering informal English, slangs and idioms. ഇന്ററാക്റ്റീവ് ആക്ടിവിറ്റിയിൽ ചെറിയൊരു കൾച്ചറൽ എക്സ്ചേഞ്ച് ആക്ടിവിറ്റി ചെയ്യും. ദെൻ ആസ് യൂഷ്വൽ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആൻഡ് ഡിസ്കഷൻ, ദെൻ ക്ലോസിംഗ് ആൻഡ് പ്രിവ്യൂ ഓഫ് നെക്സ്റ്റ് വീക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാലോ. ആൻഡ് വേറൊരു കാര്യം, ഔട്ട് ഓഫ് ലൈക്ക് ഹൺഡ്രഡ്സ് ഓഫ് പാർട്ടിസിപ്പൻസ് ഒരാൾ മാത്രമേ ഈ 78 ടാസ്കും കംപ്ലീറ്റ് ചെയ്തുള്ളൂ എന്നുള്ളത് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആണ് കേട്ടോ. കാരണം ഡെയിലി തരുന്ന ടാസ്ക് ജസ്റ്റ് 2 മിനിറ്റ്സ് അല്ലെങ്കിൽ ഏറിപ്പോയാൽ 5 മിനിറ്റ്സ് എടുക്കുന്ന ടാസ്കുകളാണ്. നിങ്ങൾ അധികം സമയം സ്പെൻഡ് ചെയ്താലും 5 മിനിറ്റ്സേ എടുക്കുള്ളൂ. അത്രയും സിമ്പിൾ ടാസ്ക് ആണ്. സോ ഇത്രയും ഈസി ടാസ്ക് തന്നിട്ടും ആകെ കുറച്ച് ആൾക്കാരെ കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആവുന്നുള്ളൂ എന്ന് കേൾക്കുമ്പോൾ ഐ എം നോട്ട് ദാറ്റ് ഹാപ്പി. ഓക്കെ, സോ കൂടുതൽ ആൾക്കാർ ഇൻവോൾവ് ചെയ്യാനും ഇംപ്രൂവ് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. ഓക്കെ, സോ ഇംഗ്ലീഷ് കൾച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വലിയൊരു കാര്യമാണ് ഇഡിയംസ്, ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ്. ഇഡിയംസ് നമ്മൾ എന്താണെന്ന് ലാസ്റ്റ് വീക്ക് ഡിസ്കസ് ചെയ്തു അല്ലെ? ഇഡിയംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലിറ്ററൽ മീനിങ് ആയിരിക്കില്ല, അതായത് ആ ഫ്രേസിന്റെ ലിറ്ററൽ മീനിങ് ആയിരിക്കില്ല നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്ന മീനിങ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു നൈറ്റ് ഔൾ. നൈറ്റ് ഔൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി മൂങ്ങയാവുന്നു. നൈറ്റ് എന്നാൽ രാത്രി, ഔൾ എന്നാൽ മൂങ്ങ. രാത്രി മൂങ്ങയാവുന്നു എന്നല്ല അതിന്റെ മീനിങ്. റാദർ എന്താണ്? രാത്രി ആക്റ്റീവ് ആവുന്ന ഒരാളെയാണ് നമ്മൾ നൈറ്റ് ഔൾ എന്ന് പറയുന്നത്. മനു ഇസ് എ നൈറ്റ് ഔൾ എന്ന് പറഞ്ഞാൽ മനു രാത്രി ആക്റ്റീവ് ആവുന്ന ഒരാളാണ് എന്നാണ്. ഓക്കെ, സോ ഓരോ കൾച്ചറിലും ഇപ്പൊ UK, US എല്ലാം ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആണ്. അവിടെയെല്ലാം യൂസ് ചെയ്യുന്ന ഇഡിയംസിലും ഡിഫറൻസ് ഉണ്ടാവും. സോ നമ്മളിപ്പോ ജസ്റ്റ് കുറച്ച് കോമൺ ആയിട്ട് നമ്മൾക്കും ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ, പലപ്പോഴും പല ആൾക്കാരും യൂസ് ചെയ്യുന്ന ഇഡിയമാറ്റിക് എക്സ്പ്രഷൻസ് ആണ് കേട്ടോ. ഇതിന് പലതിനും നമുക്ക് സെയിം മലയാളം ട്രാൻസ്ലേഷൻസ് ഉണ്ട്. ഇവിടെ സെഷൻ ടൈമിംഗ് ചോദിച്ചിട്ടുണ്ട്. സെഷൻ ടൈമിംഗ് ഇസ് 8 to 9. ഓക്കെ, 1 hour സെഷൻ ആണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഇഡിയം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇന്ന് ഇവിടെ ഇഡിയംസ് കൊടുത്തേക്കുന്നത്
ഞാൻ ഇഡിയംസ് വായിക്കുന്നതിന്റെ കൂടെ നിങ്ങൾ സെന്റൻസുകൾ ആ ഇഡിയം വെച്ച് സെന്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തരിക. ഓരോ ഇഡിയത്തിനും ഐ ഗിവ് യു an example sentence. ഒരു എക്സാമ്പിൾ സെന്റൻസ് ഞാൻ പറഞ്ഞു തരാം. ആരും അതേ സെന്റൻസിൽ ആൾക്കാരുടെ പേര് മാറ്റിയിട്ട് എനിക്ക് അയച്ചു തരണ്ട. ഐ വോണ്ട് ടു സീ എ ഹോൾ ന്യൂ സെന്റൻസ്. ഓക്കെ, ക്ലിയർ അല്ലേ കാര്യങ്ങള്? ക്ലാസ് കുറച്ചും കൂടി ഒന്ന് ഇന്ററാക്റ്റീവ് ആവണേ, അതായത് ചാറ്റ് ബോക്സ് ഒന്ന് ആക്റ്റീവ് ആക്കണേ. ഞാൻ ക്ലിയർ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു തംസ് അപ്പ് തന്നാല് നിങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതിൽ എനിക്ക് ഉറപ്പ് വരും. ഓക്കെ, യെസ്, ക്ലിയർ. ഓക്കെ, താങ്ക് യു. സോ ഫസ്റ്റ് വൺ ഇസ് ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ്. നമ്മൾ മലയാളത്തിൽ പറയില്ലേ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി എന്ന് പറയില്ലേ, സെയിം യൂസേജ് ആണ് കേട്ടോ. ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ്സ്, അതിന്റെ മീനിങ് എന്താണ്? നോട്ട് ഇൻ വൺസ് കൺട്രോൾ എനിമോർ. കാര്യങ്ങൾ നമ്മളുടെ കൈവിട്ട് പോയി എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾക്ക് അതിന്റെ മേൽ കൺട്രോൾ ഒന്നും ഇല്ല എന്നാണ്. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ the condition of the accident victim is out of hand. The condition of the accident victim is out of hand എന്ന് പറഞ്ഞാല് is out of hand of the doctors എന്നും പറയാം. അതായത് ആക്സിഡന്റിൽ പരിക്ക് പറ്റി വയ്യാതെ ആയ ആളുടെ കാര്യം നമ്മുടെ കൺട്രോളിലല്ല. അതായത് നമ്മൾ പറയില്ലേ ലാസ്റ്റ് സ്റ്റേജ് ആയി, ഇനി ദൈവത്തിന് മാത്രമേ സഹായിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും. സോ ആ ഒരു അർത്ഥത്തിൽ ആണ് ഞാൻ ഈ സെന്റൻസ് പറഞ്ഞത്. സോ ഇനി നിങ്ങളുടെ സെന്റൻസുകൾ പോരട്ടെ. ടെൽ മീ യുവർ സെന്റൻസസ്. ഗെറ്റ് ഔട്ട് ഓഫ് ഹാൻഡ് എന്ന ഇഡിയം വെച്ചിട്ട് that incident is out of my control. Okay, ആ സംഭവം എന്റെ okay, very good Ashwati. My financial condition is out of hand. Very good Shifa. 40 runs need in 4 balls. Abdul Razik, clear ആയില്ല കേട്ടോ. ഷാജു തോമസ്, things got out of hand എന്നത് ആ ഒരു ഫ്രീസ് തന്നെയാണ്, അതൊരു സെന്റൻസിലേക്ക് ആക്കാൻ ശ്രമിക്കൂ കേട്ടോ. ഫ്ലഡ് സിറ്റുവേഷൻ ഇൻ ചെന്നൈ is out of hand. Very good Sanil. നമ്മളുടെ കറന്റ് സിറ്റുവേഷനുമായി ഈ ഇഡിയം ലിങ്ക് ചെയ്തിട്ടാണ് സനിൽ സെന്റൻസ് പറഞ്ഞേക്കുന്നത്. വെരി ഗുഡ് സനിൽ. മൈ ഫ്യൂച്ചർ ഹാസ് ഗോട്ടൺ ഔട്ട് ഓഫ് ഹാൻഡ്സ് എന്ന് പറയില്ല, മൈ ഫ്യൂച്ചർ ഇസ് ഔട്ട് ഓഫ് ഹാൻഡ്സ് എന്നാണ് കേട്ടോ പറയാ. ഓക്കെ, വെരി ഗുഡ്. ലെറ്റ്സ് കം ടു ദ നെക്സ്റ്റ് വൺ. മേക്ക് ടു എൻഡ് മീറ്റ്. നമ്മൾ മലയാളത്തിൽ പറയില്ലേ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പണിയെടുക്കുന്നു എന്നൊക്കെ പറയില്ലേ, ആ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുക എന്ന മീനിങ് തന്നെയാണ് മേക്ക് ടു ends meet. To have just enough money for all your needs. Like കറക്റ്റ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കറക്റ്റ് പൈസ കയ്യിൽ ഉണ്ടാവുക, എങ്ങനെയൊക്കെ ഒപ്പിക്കുന്നു എന്ന മീനിങ് ഒക്കെയാണ് make to ends meet. സോ എക്സാമ്പിൾ സെന്റൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹരി ആൻഡ് ഹിസ് ഫാമിലി ഇസ് വർക്കിംഗ് ഹാർഡ് ടു മേക്ക് ടു ends meet. ഹരിയും അവന്റെ കുടുംബവും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ സെന്റൻസുകൾ പോരട്ടെ. ഗിവ് മീ യുവർ സെന്റൻസ്. അശ്വതി, ഇറ്റ് ഈസ് സിഗ്നിഫിക്കന്റ് ടു കണക്ട് അതർ ആൻഡ് കെയർഫുള്ളി എന്നുള്ളത് എനിക്ക് ക്ലിയർ ആയില്ല കേട്ടോ. നെക്സ്റ്റ് എല്ലാരും ഞാൻ പറയുന്ന ഇഡിയത്തിന് മാത്രം സെന്റൻസുകൾ ആയിക്കോട്ടോ, അടുത്തതിലേക്ക് പോവല്ലേ. ഓക്കെ, നമ്മൾ ഓരോന്നോരോന്ന് എല്ലാവരും ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ ഇൻപുട്സ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ഒരു ഫ്രേസിന്റെ എല്ലാ സെന്റൻസുകളും ഡിസ്കസ് ചെയ്തതിനു ശേഷം അടുത്തതിലേക്ക് പോവാം. My current job provides me just to make two ends meet. ആ ജസ്റ്റിന്റെ ഇടയിൽ ഒരു ടൂം കൂടെ ആഡ് ചെയ്താൽ the sentence is correct. Okay, Razik? It's tough to make two ends meet in this life. Okay, very good, Shada. My daily expenses make two ends meet. My daily expenses make two ends meet. അതായത് ഡെയിലി എക്സ്പെൻസുകളല്ല, നമ്മുടെ ഡെയിലി ഇൻകം ആണ് നമ്മുടെ രണ്ട് അറ്റം കൂട്ടിമുട്ടിക്കാൻ സഹായിക്കുക, എക്സ്പെൻസ് അല്ല കേട്ടോ. She tries really hard to make two ends meet. Okay, very good. I have only made two ends meet this month. Vidya, the sentence is not clear. Okay, ഒന്നും കൂടെ clarify ചെയ്യൂട്ടോ. Okay, thank you. Next is pretty penny. Pretty penny എന്ന് പറഞ്ഞ penny എന്ന വേർഡ് പൈസ എന്നതിന് വേണ്ടിയിട്ട് have you got any penny with you എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പൈസ ഉണ്ടോ എന്നാണ് കേട്ടോ അതിന്റെ മീനിങ്. സോ പ്രിറ്റി പെന്നി എന്ന് പറഞ്ഞാൽ വളരെ വില കൂടിയത്, എക്സ്പെൻസീവ് എന്നാണ് പ്രിറ്റി പെന്നിയുടെ മീനിങ്. സോ ഒരു എക്സാമ്പിൾ സെന്റൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ഡ്രസ് വീണ ബോട്ട് ഫോർ ഹർ ബർത്ത്ഡേ ഇസ് പ്രിറ്റി പെന്നി. ഓക്കെ,
So give me your sentences. This coach is pretty penny. Okay. ഈ കോച്ചിന്റെ ഫീസ് എക്സ്പെൻസീവ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ. മൈ വാച്ച് ഇസ് പ്രെറ്റി പെന്നി. പ്രെറ്റി പെറ്റി അല്ല കേട്ടോ, പെന്നിയിൽ കുറച്ചുപേര് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാണുന്നുണ്ട്. പ്രെറ്റി പെന്നി. The diamond is pretty penny. My home is pretty penny. The ring is pretty penny. Okay, it's a very easy idiom. Okay, very good. Now next is through thick and thin. നമുക്ക് പലപ്പോഴും ഫ്രണ്ട്സ് കൂടെ നിൽക്കുന്ന ഫോട്ടോയുടെ ഒക്കെ ക്യാപ്ഷൻ ആയിട്ട് കാണാം ത്രൂ തിക് ആൻഡ് തിൻ. ത്രൂ തിക് ആൻഡ് തിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മളുടെ നല്ല സമയത്തും ചീത്ത സമയത്തും തിക് ആൻഡ് തിൻ. തിക് നമ്മൾ നല്ല സമയത്ത്, തിൻ എന്നതുകൊണ്ട് നമ്മുടെ ചീത്ത സമയത്ത്, എല്ലാ സമയത്തും കൂടെയുള്ള ആൾക്കാര്. മൈ ഫ്രണ്ട്സ് ഹാവ് ബീൻ വിത്ത് മീ ത്രൂ ദ തിക് ആൻഡ് തിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട്സ് എന്റെ കൂടെ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നാണ് മീനിങ്. ഓക്കെ, മൈ ഫ്രണ്ട്സ് ഹാവ് ബീൻ വിത്ത് മീ ത്രൂ ദ തിക് ആൻഡ് തിൻ. ഓക്കെ, നൗ ഗിവ് മീ യുവർ സെന്റൻസസ്. I will be with you through the thick and thin. Okay, very good, Aisha. My husband supports me through thick and thin. Very good, Swapna. My best friend has been with me through thick and thin. Akhilesh, very good. My mom was always thick and thin with me. No. My mom has been with me through the thick and thin. Alangil is always with me through thick and thin. Top. Was always with me ennu kuda add cheyidal sentence okay avum. With me missing inde Shifa. We must stay together through thick and thin. Okay, my friend has supported me through thick and thin. My parents have been through thick and thin. Okay, very good. Now last one is call it a day. നമ്മൾക്ക് എന്തെങ്കിലും ഒരു സാധനം വൈൻഡ് അപ്പ് ചെയ്താലോ നിർത്തിയാലോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കോൾ ഇറ്റ് എ ഡേ എന്ന് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം എന്ന് ഞാൻ ചോദിക്കാറുണ്ട് പൊതുവെ. അതിന് പകരം ഐ കൻ ആസ്ക് യു, ഷാൽ വി കോൾ ഇറ്റ് എ ഡേ? ഒരു പാർട്ടി കഴിഞ്ഞ് നിൽക്കുകയാണ്, അപ്പൊ എല്ലാരും പോവാൻ നിൽക്കുമ്പോൾ നമുക്ക് ചോദിക്കാം, ഷാൽ വി കോൾ ഇറ്റ് എ ഡേ? ഓക്കെ, സോ എക്സാമ്പിൾ സെന്റൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, we had a plan to go to beach after the movie, but we called it a day as everyone was tired. Okay, we had plans to go to beach after movie, but we called it a day as everyone was tired. കാരണം എന്താണ് അതിന്റെ മീനിങ്? സിനിമ കണ്ടിട്ട് ബീച്ചിൽ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് ക്യാൻസൽ ചെയ്തു അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തു ബിക്കോസ് എല്ലാവരും ടയർഡ് ആയി. ഇറ്റ്സ് ടു ലേറ്റ്, we shall call it a day. ഷാജു തോമസ്, very good sentence. So we can call it a day, mom. No, it's not clear. The meeting, call it a day. No, the laziness need a call it a day. Okay, laziness നിർത്തണം എന്നുണ്ടെങ്കിൽ എന്നായിരിക്കും കാർത്തിക് ഉദ്ദേശിച്ചത്, ബട്ട് ഈ ഒരു ഇഡിയം അവിടെ വർക്ക് ചെയ്യില്ല കേട്ടോ. ടു സ്റ്റോപ്പ് ഡൂയിങ്, അതായത് നമ്മളൊരു ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും വൈൻഡ് അപ്പ് ചെയ്യാ, അങ്ങനെയാണ് സ്റ്റോപ്പ് എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. ലേസിനെസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നില്ലല്ലോ. സോ എന്തെങ്കിലും പരിപാടി, എന്തെങ്കിലും ഒത്തുകൂടല്, എന്തെങ്കിലും ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ് കേട്ടോ ഇത് ചോദിക്കാം. ലേസിനെസ് കോളിറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കില്ല. ഓക്കെ, ഷീ തിങ്സ് ഇറ്റ്സ് ടൈം ടു കോൾ ഇറ്റ് എ ഡേ. വെരി ഗുഡ്. ഗെറ്റിംഗ് എ ബിറ്റ് ടയർഡ് നൗ, ലെറ്റ്സ് കോൾ ഇറ്റ് എ ഡേ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ എല്ലാവർക്കും ഇഡിയംസ് എങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് മനസ്സിലായില്ലേ? ഓക്കെ, സോ ഈ ഒരു ലാസ്റ്റ് ഇഡിയം കോൾ ഇറ്റ് എ ഡേയിൽ മാത്രമാണ് എല്ലാവർക്കും ചെറിയ കൺഫ്യൂഷൻ ഉള്ളത്. ബാക്കി എല്ലാ ഇഡിയംസും എല്ലാരും നല്ലോണം സെന്റൻസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ്. നമ്മൾ പറഞ്ഞില്ലേ കൾച്ചറൽ ന്യൂആൻസസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ മലയാളത്തിലും ഇപ്പോ വാട്ടർമെലണിന് നിങ്ങളുടെ എല്ലാവരുടെ നാട്ടിലും പല പേരായിരിക്കും. ഇപ്പോ എന്റെ സ്ഥലത്ത് തണ്ണിമത്തൻ എന്ന് പറയും, കുമ്മട്ടിങ്ങ എന്ന് പറയും, ചക്കരമത്ത എന്ന് പറയും. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ മലബാർ സൈഡിലേക്ക് വരുമ്പോ ബത്തക്കയാണ്. ഓക്കെ, സോ ഒരൊറ്റ സാധനമാണ്. നമ്മൾ എല്ലാവരും കേരളത്തിൽ നിന്നുള്ളവരാണ്, പക്ഷെ നോക്കി നമ്മുടെ കൾച്ചറൽ അല്ലെങ്കിൽ റീജിയണൽ ഡിഫറൻസ് ആണ്. സോ അതുപോലെ തന്നെ ഇംഗ്ലീഷിലും ഒരുപാട് രാജ്യങ്ങളില് ഇംഗ്ലീഷ് അവരുടെ നേറ്റീവ് ലാംഗ്വേജ് ആണ്. നമ്മുടെ മലയാളം ഒക്കെ ഒരുപാട് കൺട്രീസിൽ ഇംഗ്ലീഷ് അവരുടെ നേറ്റീവ് ലാംഗ്വേജ് ആണ്. പക്ഷെ എന്നിരുന്നാലും സെയിം വേർഡ് ഡിഫറെന്റ് കൺട്രീസിൽ ഡിഫറെന്റ് മീനിങ് ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് വാക്കുകളുണ്ട്. കുറച്ച് വേർഡ്സ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇസ് പിസ്ഡ്. നമ്മൾ അധികവും ഇന്ത്യൻ ഇംഗ്ലീഷ്, ഇന്ത്യക്കാര് ഫോളോ ചെയ്യുന്നത് US ഇംഗ്ലീഷ് ആണ് കേട്ടോ. സോ ഈ വേർഡ്സിലെല്ലാം നമ്മൾക്ക് അധികവും റിലേറ്റ് ചെയ്യാൻ പറ്റുക US ഇംഗ്ലീഷ് ആണ്. ഫസ്റ്റ് വേർഡ് പിസ്ഡ്.
PISSED. I am pissed at you. അല്ലെങ്കിൽ I am pissed at myself എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പിസ്ഡിന്റെ US മീനിങ്, US എന്ന കൺട്രിയിൽ ദാറ്റ് ഇസ് അമേരിക്ക. അമേരിക്കയിൽ ആംഗ്രി എന്നാണ് മീനിങ്. ഐ ആം പിസ്ഡ് അറ്റ് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോട് ദേഷ്യത്തിലാണ്. പക്ഷെ അതേസമയം UK ഇംഗ്ലീഷിൽ പിസ്ഡ്, ഐ ആം പിസ്ഡ് എന്നതിന്റെ അർത്ഥം ഞാൻ മദ്യപിച്ചിട്ടുണ്ട്, ഐ ആം ഡ്രങ്ക് എന്നാണ്. കണ്ടോ, ഒരു വാക്ക് രണ്ട് രാജ്യങ്ങളിൽ എത്തിയപ്പോൾ അത് രണ്ടർത്ഥമായത് കണ്ടോ. ഓക്കെ, പക്ഷെ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുമ്പോൾ, ഇന്ത്യൻ ഇംഗ്ലീഷിൽ പിസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികവും US ഇംഗ്ലീഷ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമ്മളുടെ മീനിങ്ങിൽ അത് ആംഗ്രി എന്ന് തന്നെയാണ് കേട്ടോ. യെസ്, നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷ് ഇസ് മോർ ഫോളോയിങ് US ഇംഗ്ലീഷ്. ഓക്കെ, ബട്ട് ബോത്ത് രണ്ടിന്റെ ഒരു മിക്സ്ചർ ആണെന്ന് പറയാം. ചില കാര്യങ്ങളിൽ UK ഇംഗ്ലീഷും ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഫുട്ബോൾ. ഫുട്ബോൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലെ. സോ US ഫുട്ബോൾ എന്ന് തന്നെയാണ് പറയാ. പക്ഷെ നമ്മൾ UK, ലാറ്റിൻ അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ ഫുട്ബോൾ എന്ന ഗെയിമിന് പറയുന്നത് സോക്കർ എന്നാണ്. ഓക്കെ, സോക്കർ. ഫുട്ബോൾ ലീഗ് എന്നൊക്കെ പറയുന്നതിന് പകരം അവിടെ സോക്കർ ലീഗ് എന്നാണ് പറയാ. സോക്കർ എന്ന ഗെയിം കേൾക്കുമ്പോൾ നമ്മൾ എന്താണെന്ന് വിചാരിക്കും. പക്ഷെ സോക്കറും ഫുട്ബോളിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണ്. ഓക്കെ, കൾച്ചറൽ ഡിഫറൻസ് ആണത്. നെക്സ്റ്റ് വേർഡ് ഇസ് വാഗൺ. വാഗൺ US ഇംഗ്ലീഷില് നമ്മളുടെ കുതിരവണ്ടി ഒക്കെ ഇല്ലേ, അതിനെ പറയുന്നതാണ് വാഗൺ എന്നത്. ഓക്കെ, US കുതിരവണ്ടീനെയാണ് വാഗൺ എന്ന് പറയുന്നത്. പക്ഷെ അതേസമയം അയർലാൻഡില് വാഗൺ എന്ന വേർഡ് യൂസ് ചെയ്യുന്നത് ഷീ ഇസ് എ വാഗൺ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, അൺപ്ലസന്റ് ആയിട്ടുള്ള വിമൺ, അതായത് അത്ര അപ്രോച്ചബിൾ അല്ലാത്ത, ഫ്രണ്ട്ലി അല്ലാത്ത, കൈൻഡ് അല്ലാത്ത, ദയയില്ലാത്ത ഒരു സ്ത്രീക്ക് പറയുന്നതാണ് വാഗൺ. ഷീ ഇസ് എ വാഗൺ എന്ന് പറയാം. ഓക്കെ, US they say soccer. No, rugby is a different game. റഗ്ബി ഫുട്ബോൾ അല്ലല്ലോ, റഗ്ബി വേറെ തന്നെ ഗെയിം അല്ലേ. ജസ്റ്റ് എ മിനിറ്റ്, ഞാൻ ഒന്ന് കൺഫേം ചെയ്യട്ടെ. ഐ ബിലീവ് റഗ്ബിയുടെ ബോള് കുറച്ചും കൂടെ വെയിറ്റ്. നോ, റഗ്ബി കൈ വെച്ചിട്ട് കളിക്കുന്നതാണ് കേട്ടോ, ഫുട്ബോൾ അല്ല. റഗ്ബി ബോള് കയ്യിൽ പിടിച്ച് കളിക്കുന്ന ഗെയിമാണ് റഗ്ബി. റഗ്ബി ഇസ് നോട്ട് സോക്കർ ഓർ ഫുട്ബോൾ. സോക്കർ ആൻഡ് ഫുട്ബോൾ ഇസ് സെയിം. ബ്രിട്ടീഷേഴ്സ് അല്ലേ നമ്മളെ റൂൾ ചെയ്തിരുന്നത്, സോ അതല്ലേ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുക. ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഞാൻ കുറച്ചും കൂടെ അതിനെ കുറിച്ച് വായിച്ചിട്ട് പറഞ്ഞുതരാം കേട്ടോ. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. വെരി ഐശ്വര്യാണ് കേട്ടോ എന്നോട് അത് ചോദിച്ചിരിക്കുന്നത്. വെരി ഗുഡ്. ശരിക്കും ദ ക്വസ്റ്റ്യൻ ഹാസ് എ പോയിന്റ്. ഞാൻ ഒന്നും കൂടെ അതിൽ നമ്മളുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് എന്തൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിൽ റീഡിംഗ് നടത്തിയിട്ട് അടുത്ത സെഷനിൽ നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വേർഡ് ഇസ് റൈഡ്. നമ്മളുടെ ഇവിടെ നാട്ടിലും നമ്മൾ ഒരു റൈഡ് പോയിട്ട് വരാം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്, ഒരു ഡ്രൈവ് പോയിട്ട് വരാം. അതല്ല എങ്കിൽ ഒരു ബൈക്ക് റൈഡ് അല്ലെങ്കിൽ വണ്ടിയിൽ ഒരു യാത്ര പോയി വരാം എന്നാണ് റൈഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ US ഇംഗ്ലീഷിലും അങ്ങനെ തന്നെയാണ്. ടു ട്രാവൽ ഓൺ ഓർ ഇൻ എ വെഹിക്കിൾ. ടു ട്രാവൽ ഓൺ എ വെഹിക്കിൾ എന്ന് പറയുന്നത് ബൈക്കിനെയും ടു ട്രാവൽ ഇൻ എ വെഹിക്കിൾ എന്ന് പറയുന്നത് കാറിനെയുമാണ് കേട്ടോ. ബട്ട് കമ്മിങ് ടു അയർലാൻഡ്, റൈഡ് എന്നാൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹോട്ട് പേഴ്സൺ, അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാളെ പറയും ഷീ ഇസ് എ റൈഡ് അല്ലെങ്കിൽ ഹി ഇസ് എ റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള, ഫിസിക്കലി ഭയങ്കര അട്രാക്റ്റീവ് ആയ ഒരാളാണ് എന്നാണ്. ഇനി ടു റൈഡ്, ഈ റൈഡിന്റെ കൂടെ തന്നെ ടു റൈഡ്, ഐ വോണ്ട് ടു റൈഡ് വിത്ത് ദിസ് പേഴ്സൺ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അയർലാൻഡ് കൾച്ചർ വെച്ചിട്ട് ലൈക്ക് ടു ഹാവ് സെക്സ്, ടു ഹാവ് എ കാഷ്വൽ സെക്സ് എന്നതാണ് ടു റൈഡ് വിത്ത് എ പേഴ്സൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരേ വേർഡ് രണ്ട് സ്ഥലത്ത് എത്തിയപ്പോ അതിന്റെ കൾച്ചറൽ ഡിഫറൻസ് നോക്കൂ, ഭയങ്കര ഡിഫറെന്റ് പോൾസിലേക്ക് ആയില്ലേ. സോ ഇത് ജസ്റ്റ് എക്സാമ്പിൾസ് ആണ് കേട്ടോ. കൾച്ചറൽ ഡിഫറൻസ് ഇംഗ്ലീഷിലും വളരെയധികം എവിഡന്റ് ആണ്. നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ പോകുന്നത് അഡ്വാൻസ്ഡ് കൺവെർസേഷൻ സ്കിൽസ്, ഡിബേറ്റ് ആൻഡ് പെർsuasion. ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കുറച്ചു പേരൊക്കെ കോളേജിലോ സ്കൂളിലോ ഒക്കെ ഡിബേറ്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഡിബേറ്റ് എന്നാൽ സംവദിക്കുക, ഏതെങ്കിലും ഒരു ടോപ്പിക്കിന്റെ രണ്ട് വശത്ത് നിന്നുകൊണ്ട് ആ ടോപ്പിക്കിനെ കുറിച്ച് സംവദിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോ നമുക്ക് എന്നും ഒരു 9 മണിയായി കഴിഞ്ഞാൽ എല്ലാ ന്യൂസ് ചാനൽസിലും ചർച്ച എന്നാണ് പേര്, പക്ഷെ തല്ല് പിടിക്കുന്നത് കാണാം അല്ലെ. ദാറ്റ് ഇസ് ദ കൈൻഡ് ഓഫ് ഡിബേറ്റ്. ഡിഫറെന്റ് പൊളിറ്റിക്കൽ പാർട്ടീസിലുള്ളവര് ഒരേ കാര്യത്തിൽ അവർ ഹോൾഡ് ചെയ്യുന്നത് ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആണ്. ഓക്കെ, ഇപ്പോ
കേരയിൽ വരണം എന്നുള്ളതിൽ ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉള്ളവരുണ്ട്. നാടിന്റെ പുരോഗമനം പറഞ്ഞ് അങ്ങനെ പറയുന്ന ഒരു സൈഡ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഒരുപാട് പേരുടെ വീടും കടകളും പോകുന്നത് കൊണ്ട് ആ ഒരു സൈഡ് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, സോ ഒരു ഡിബേറ്റ് എന്ന് പറഞ്ഞാല് ഒരു ടോപ്പിക്കിന്റെ രണ്ട് സൈഡിൽ നിന്നുകൊണ്ട്, ഒരു അഡ്വാൻറ്റേജ് സൈഡ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജ് സൈഡ്, അല്ലെങ്കിൽ അതിന്റെ രണ്ട് പോൾസിൽ നിന്നുകൊണ്ട് അവരുടേതായ ആർഗ്യുമെന്റ്സ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു ഡിസ്കഷനെയാണ് ഡിബേറ്റ് എന്ന് പറയുന്നത്. സോ ഡിബേറ്റ് പലപ്പോഴും തല്ലുപിടുത്താവലാണ് പൊതുവെ സംഭവിക്കാറ്. നമ്മൾ ന്യൂസ് ചാനലിലൊക്കെ കാണുന്നത് ഡിബേറ്റോ ചർച്ചയോ അല്ല, ലിറ്ററൽ തല്ലുപിടുത്താണ്. പക്ഷെ ഒരു ഡിബേറ്റ് വളരെ കാം ആൻഡ് റെസ്പെക്ട്ഫുൾ ആയിട്ട്, വളരെ ഫോർമൽ ആയിട്ട് നമുക്ക് നടത്താനും പറ്റും. അതിന് യൂസ് ചെയ്യേണ്ട കുറച്ച് ഫ്രേസസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾക്ക് ഇന്നൊരു ഡിബേറ്റ് കളിക്കാനുണ്ട്. സോ എല്ലാവരും സൂക്ഷിക്കുക, നിങ്ങൾക്ക് വേണ്ട പോയിന്റ്സ് നോട്ട് ഡൗൺ ചെയ്തെടുക്കുക. ഓക്കെ, ഫസ്റ്റ് ഫ്രേസ്, ഐ സീ യുവർ പോയിന്റ് ബട്ട് ഐ തിങ്ക്. അതായത് നിങ്ങളുടെ പോയിന്റ് ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നു. അതായത് നമ്മൾ അവരുടെ പോയിന്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു, അതല്ലാതെ ഇടിച്ചു കയറി യു ആർ റോങ് എന്നൊക്കെ പറയുന്നത് ഒരു ഡിബേറ്റിൽ ആക്ച്വലി അത്ര നല്ല ഒരു ഫ്രേസ് അല്ല. ഓക്കെ, മറ്റുള്ളവർ പറയുന്നതും ആക്സെപ്റ്റ് ചെയ്ത്, പക്ഷെ നമ്മളുടെ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് അവരെ ഡിസ്പ്രൂവ് ചെയ്യാം വെരി റെസ്പെക്ട്ഫുള്ളി. ഓക്കെ, പിന്നെ യൂസ് ചെയ്യാവുന്ന ഒരു ഫ്രേസ് ആണ് യെസ് ഐ അണ്ടർസ്റ്റാൻഡ് ബട്ട് മൈ ഒപ്പീനിയൻ ഇസ് ദാറ്റ്. നിങ്ങൾ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അവര് പറയുന്നതുമായി എഗ്രി ചെയ്യുന്നു എന്നല്ല നമ്മൾ പറയുന്നത്. അവര് പറയുന്നത് മനസ്സിലാക്കുന്നു, യെസ് ഐ അണ്ടർസ്റ്റാൻഡ് ബട്ട് മൈ ഒപ്പീനിയൻ ഇസ് ദാറ്റ്. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലായി, പക്ഷെ എന്റെ ഒപ്പീനിയൻ ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഭാഗം ക്ലിയർ ചെയ്യാം. Then next is, I am sorry to interrupt, but you misunderstood our point. I am sorry to interrupt യൂസ് ചെയ്യുന്ന എപ്പോഴാണെന്നറിയോ? നമ്മൾ ഓപ്പോസിറ്റ് സൈഡ്, നമ്മുടെ ടീമിലല്ലാത്ത മറ്റേ ടീമിലത്തെ ഒരാൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ഇടയിൽ കയറി സംസാരിക്കേണ്ടി വരികയാണ്. കാരണം അത് ആ ഒരു സിറ്റുവേഷന്റെ നീഡാവാം. നമ്മൾ പറഞ്ഞ ഏതെങ്കിലും പോയിന്റ് അവർ വളച്ചൊടിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവാതെയോ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾക്ക് ഇടയിൽ കയറാം. ബട്ട് ആക്ച്വലി ഫോർമൽ ഡിബേറ്റിൽ അങ്ങനെ ഇടയിൽ കയറാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഇടയിൽ കയറി സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ സ്റ്റാർട്ട് വിത്ത് ഐ ആം സോറി ടു ഇന്ററപ്റ്റ്. കാരണം ഒരാൾ സംസാരിക്കുന്നത് എന്തുമാവട്ടെ അതിന്റെ ഇടയിൽ കയറി സംസാരിക്കുക എന്നത് ഒരു നല്ല എറ്റിക്കറ്റ് അല്ല. സോ ആദ്യം സോറി പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ ഇടയിൽ കയറിയതിന് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിന് ഇന്റർഫിയർ ചെയ്യുന്ന സോറി, ബട്ട് യു മിസ് അണ്ടർസ്റ്റുഡ് ആ പോയിന്റ്. നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ പോയിന്റിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, എന്നിട്ട് അത് ക്ലിയർ ചെയ്ത് കൊടുക്കാം. Then the next phrase is, the other side will have to explain why. നമ്മൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കാനുണ്ടെങ്കിൽ വളരെ റഫ് ആയിട്ടും റൂഡായിട്ടും ചോദിക്കാതെ വളരെ മാന്യമായിട്ട് ചോദിക്കാം. യു വിൽ ഹാവ് ടു എക്സ്പ്ലെയിൻ വൈ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ യൂസ് ചെയ്യാം. യെസ് പാർഡൺ മീ എന്ന് പറയുന്നതും ഇറ്റ്സ് എ വെരി ഗുഡ് യൂസേജ്. ഓക്കെ, നമ്മൾ സോറി പറയുന്നതിന്റെ സെയിം മീനിങ് തന്നെയാണ് പാർഡൺ മീ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, നമ്മളൊരു ഡിബേറ്റിംഗ് സിറ്റുവേഷനിൽ പ്ലീസ് ബെയർ വിത്ത് മീ എന്നൊന്നും പറയില്ല കേട്ടോ. ഐഷ ലിസ, വൈ ഷുഡ് ബി റിഗ്രറ്റ് സംതിങ്. ഇവിടെ സോറി നമ്മൾ പറയുന്നത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞതിന് റിഗ്രറ്റ് ചെയ്യുകയല്ല. ഓക്കെ, മറിച്ച് നമ്മൾ ഒരാൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറി സംസാരിച്ചതിനാണ് നമ്മൾ അവരോട് അപ്പോളജൈസ് ചെയ്യുന്നത്. ഓക്കെ, അതല്ലാതെ നമ്മൾ പറഞ്ഞ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റിനെ റിഗ്രറ്റ് ചെയ്തുകൊണ്ടല്ല സോറി പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഐഷ. ഓക്കെ, next phrase is, that's all very interesting but the problem is that. For example, സോഷ്യൽ മീഡിയയുടെ പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ചാണ് ഡിബേറ്റ് എന്ന് വിചാരിക്കാം. അപ്പോ ഞാൻ പറയുന്നത് ഡിസഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസിന്റെ സൈഡ് ഒരുപാട് അഡ്വാൻറ്റേജസ് പറഞ്ഞു. സോ ഞാൻ അവർക്കൊരു റിപ്ലൈ കൊടുക്കുകയാണ്, ദാറ്റ്സ് ഓൾ വെരി ഇൻട്രസ്റ്റിംഗ്. നിങ്ങൾ പറഞ്ഞതെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങൾ തന്നെയാണ്, ബട്ട് ദ പ്രോബ്ലം ഇസ്. ഒരു ഡിബേറ്റ് നടത്തുന്നത് എന്തിനാണ് ശരിക്കും? അതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും വെയ് ചെയ്തിട്ട് അതൊരു നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ എന്നുള്ളൊരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ എത്താനാണ് ഡിബേറ്റ് നടത്തുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ വെരി ഇൻട്രസ്റ്റിംഗ് ബട്ട് ദ പ്രോബ്ലം ഇസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്റെ പോയിന്റ്സ് പറയാം. പിന്നെ ഉള്ളത് ഓക്കെ, ലാസ്റ്റ് ഫ്രേസ് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡുള്ള ഒരു വളരെ ലെങ്തി ആയിട്ട് അവരുടെ സ്പീച്ച് പറയും. സോ ആ പോയിന്റിൽ നമുക്ക് പറയാം ഐ തിങ്ക് ഐ ഗോട്ട് യുവർ പോയിന്റ്. അതായത് ഇനി നിങ്ങൾ ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല,
I think I've got your point. Now let me respond to it. നിങ്ങൾ പറഞ്ഞ point എനിക്ക് കിട്ടിയിട്ടുണ്ട്. Now let me respond to it. So ഇതൊക്കെ ഒരു ഡിബേറ്റിൽ യൂസ് ചെയ്യാവുന്ന നമ്മൾ ഒരു വളരെ തല്ലുപിടുത്തത്തിലേക്ക് എത്താതെ വളരെ കാം ആൻഡ് റെസ്പെക്ട്ഫുൾ ആയിട്ട് നമ്മുടെ പോയിന്റ്സ് എക്സിബിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്ന കുറച്ച് ഫ്രേസസ് ആണിത്. നെക്സ്റ്റ്, സ്റ്റേജസ് ഇൻ എ ഡിബേറ്റ്. ഒരു ഡിബേറ്റില് നമ്മൾ കറക്റ്റ് ഇവിടെ ഡിബേറ്റിംഗ് കോമ്പറ്റീഷനൊക്കെ ജോയിൻ ചെയ്യുകയോ പങ്കെടുക്കുകയോ ചെയ്തിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ സ്റ്റെപ്സും സ്റ്റേജസും ഉണ്ട്. നമ്മൾ നേരെ തുടങ്ങി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെയും വ്യൂ പോയിന്റ്സ് വാരി വെതറിയെറിയുകയല്ല ചെയ്യാം. മറിച്ച് ഒരു ഡിബേറ്റിലെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ദ ഡിബേറ്റ്. ഓപ്പണിംഗ് ദ ഡിബേറ്റിൽ എന്താണ്? ഡിബേറ്റ് കാണാൻ ഓഡിയൻസ് ഉണ്ടാവും. ഓഡിയൻസിനെ വിഷ് ചെയ്യുക, വെൽക്കം ചെയ്യുക, ഏത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഇത് നടത്തുന്നത് എന്ന് പറയുക, ഈ ഡിബേറ്റിന്റെ ടോപ്പിക് എന്താണ് എന്ന് പറയുക എന്നതൊക്കെയാണ് ഓപ്പണിംഗ് ദ ഡിബേറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഡിഫൈനിങ് ദ മോഷൻ. മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ടോപ്പിക്കിന്റെ എഗെയിൻസ്റ്റ് ആണോ നിൽക്കുന്നത്, ഫോർ ആണോ നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ മോഷൻ. ഫോർ എക്സാമ്പിൾ, ടോപ്പിക് ഇതാണ്, സോഷ്യൽ മീഡിയ ഇസ് എ ഹാം ടു ദ സൊസൈറ്റി എന്നതാണ് ടോപ്പിക് എന്ന് വിചാരിക്കുക. സോഷ്യൽ മീഡിയ ഇസ് എ ഹാം ടു ദ സൊസൈറ്റി എന്നതാണ് ടോപ്പിക്. സോ ഫോർ ദ മോഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ ആ ടോപ്പിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ്. എഗെയിൻസ്റ്റ് ദ മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ടോപ്പിക്കിന് എഗെയിൻസ്റ്റ് നിൽക്കുന്നു, അതായത് സോഷ്യൽ മീഡിയ സമൂഹത്തിന് ഒരു ഹാം അല്ല എന്നാണ് നമ്മുടെ മോഷൻ എന്നാണ്. സോ രണ്ട് ഗ്രൂപ്പും അവരുടെ മോഷൻ എന്താണ്, എന്തുകൊണ്ടാണ് ആ മോഷൻ എന്നുള്ളത് പറയുക, അതാണ് സെക്കൻഡ് സ്റ്റേജ്. തേർഡ് വൺ ഇസ് പ്രസന്റിങ് ദ ടീം ലൈൻ, അതായത് ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഒരു ഫോർമൽ ഡിബേറ്റില് ഒരു ടീമിൽ ഒരു 5 to 7 മെമ്പേഴ്സ് ഒക്കെയാണ് കേട്ടോ മാക്സിമം ഉണ്ടാവുക. ഒരു 5 മെമ്പേഴ്സ് ഒക്കെയാണ് ഒരു മാക്സിമം. 7ലേക്കൊക്കെ വളരെ റെയർ ആയിട്ടേ പോവുള്ളൂ. ടീം മെമ്പേഴ്സ് ആരൊക്കെയാണ്? അതിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ഐ ആം ദ ഫസ്റ്റ് സ്പീക്കർ, ഷീ ഈസ് ദ സെക്കൻഡ് സ്പീക്കർ. പലപ്പോഴും ഡിബേറ്റിന് സ്പീക്കേഴ്സിന് ഓർഡർ കൊടുത്തിട്ടുണ്ടാവും. സോ ഓർഡറും പറയാം വേണമെങ്കിൽ. ദെൻ നെക്സ്റ്റ് ഇസ് ദ ആക്ച്വൽ, നമ്മൾ ഡിബേറ്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് അതായിരിക്കും ഇൻട്രൊഡ്യൂസിങ് ആർഗ്യുമെന്റ്. അതായത് നമ്മൾ ഫോർ ആണോ എഗെയിൻസ്റ്റ് ആണോ നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് എന്നുള്ളൊരു 3 minute or 2 minute ഇൻട്രൊഡക്ഷൻ സ്പീച്ച് കൊടുക്കും. ഞാൻ സോഷ്യൽ മീഡിയ സൊസൈറ്റിക്ക് ഹാം ആണെന്ന് പറയുന്നു, കാരണം ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞ് എന്റെ ആർഗ്യുമെന്റിനെ ഞാൻ പ്രസന്റ് ചെയ്യാണ് ഫസ്റ്റ്. അങ്ങനെ രണ്ട് ടീമും ഇൻട്രൊഡക്ഷൻ ചെയ്യും. നെക്സ്റ്റ് ഇസ് റിബട്ടിംഗ് ആർഗ്യുമെന്റ്സ്. റിബട്ടിംഗ് ആർഗ്യുമെന്റ്സ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ പോയിന്റിനെ റിബട്ട് ചെയ്യാനുള്ള സമയം. റിബാറ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് പറയുന്നതിന് കൗണ്ടർ അടിക്കുക. അവർ പറയാണ് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സാധിക്കുന്നത്. അപ്പൊ നമുക്ക് കൗണ്ടർ ക്വസ്റ്റ്യൻ ചെയ്യാം, എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നില്ലേ. സോ ആ ഒരു കൗണ്ടറിങ് ഭാഗത്തിനെയാണ് റിബട്ടിംഗ് ആർഗ്യുമെന്റ്സ് എന്ന് പറയുക. പിന്നെ ഇതൊരു സ്റ്റെപ്പ് അല്ല. പോയിന്റ് ഓഫ് ഇൻഫർമേഷൻ എന്നത് ഒരു സ്റ്റെപ്പ് അല്ല. നമ്മളൊരു ചർച്ച നടക്കുമ്പോൾ ദ ഓപ്പോസിറ്റ് ടീം സംസാരിക്കുകയാണ്. അപ്പൊ അത് സംസാരിക്കുന്ന പോയിന്റിൽ നമുക്ക് അവരെന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യണം അല്ലെങ്കിൽ ക്ലാരിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് റേസ് ചെയ്തിട്ട് POI എന്ന് പറയാം. പോയിന്റ് ഓഫ് ഇൻഫർമേഷൻ, POI പറയാം. സോ POI വേണമെങ്കിൽ മോഡറേറ്റർക്ക് റിജക്ട് ചെയ്യാം. അത് കംപ്ലീറ്റ്ലി മോഡറേറ്ററിന്റെ റൈറ്റ് ആണ്. മോഡറേറ്റർ പ്രൊസീഡ് പറഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് ആ POI അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുക. ഇല്ലെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റില്ല. മോഡറേറ്റർ റിജക്ട് പറഞ്ഞാൽ റിജക്റ്റഡ് ആണ്, ആക്സെപ്റ്റഡ് പറഞ്ഞാൽ മറ്റു ടീമിനോട് ആ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, പോയിന്റ് ഓഫ് ഓർഡർ അല്ല, പോയിന്റ് ഓഫ് ഇൻഫർമേഷൻ ആണ് POI. സോ അത് ആൻഡ് മറ്റേ ടീമിനും വേണമെങ്കിൽ അത് റിജക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്വസ്റ്റ്യൻ കേട്ടതിന് ശേഷം അവർക്ക് അതിന് ഉത്തരം തരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പോയിന്റ് നില കുറയും. അങ്ങനെയാണ് പൊതുവെ ഡിബേറ്റുകളിൽ ഉണ്ടാവുക. ഓക്കെ, പിന്നെ നമ്മുടെ റിബട്ടിംഗ് ആർഗ്യുമെന്റ്സ് കഴിഞ്ഞാല് നമ്മുടെ മോഷൻ എന്താണോ നമ്മുടെ മോഷൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എക്സാമ്പിൾസ് കൊടുക്കാം. അതായത് കേസ് സ്റ്റഡീസോ സ്റ്റാറ്റിസ്റ്റിക്സോ നടന്ന എന്തെങ്കിലും റിസർച്ചുകളുടെ കൺക്ലൂഷൻ ആയിട്ടുള്ള എക്സാമ്പിൾസ് കൊടുക്കാം. ദെൻ കമ്മിങ് ടു ദ ഫൈനൽ സ്റ്റെപ്പ്, സമ്മറൈസിങ് ആൻഡ് ലിങ്കിങ് ദ ആർഗ്യുമെന്റ്. അതായത് നമ്മളുടെ മൊത്തം ആർഗ്യുമെന്റിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുക. ആൻഡ് കമ്മിങ് ടു ദ ഫൈനൽ സ്റ്റെപ്പ്, സമ്മറൈസ് ആൻഡ് എൻഡ് ദ സ്പീച്ച്, കൺക്ലൂഡ് ചെയ്യുക. ഹെൻസ് ഐ സ്റ്റാൻഡ് വിത്ത് മൈ മോഷൻ, സോഷ്യൽ മീഡിയ ഇസ് ഹാർംഫുൾ ടു സൊസൈറ്റി. എന്താണോ നമ്മുടെ മോഷൻ അതിനെ
സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സ്പീച്ച് കൺക്ലൂഡ് ചെയ്യുക. ആൻഡ് ഇത് പോവുക ഇങ്ങനെയാണ് കേട്ടോ. എ ടീം ബി ടീം 2 ടീമായിരിക്കും ഒരു ഡിബേറ്റിന് ഉണ്ടാവുക. ആദ്യം ഒരു എ ടീം ഡിബേറ്റ് ഓപ്പൺ ചെയ്യും, പിന്നെ ബി ടീമിന് ഓപ്പൺ ചെയ്യാം, പിന്നെ എ ടീം ഡിഫൈൻ ചെയ്യും, പിന്നെ ബി ടീം ഡിഫൈൻ ചെയ്യും. ഓക്കെ, ഓരോ സ്റ്റേജും 2 ടീമിന്റെയും ഹാൻഡ് ഇൻ ഹാൻഡ് കഴിഞ്ഞാണ് പോവുക. ഓക്കെ മിസ്, ഹൗ വിൽ ദീസ് തിങ്സ് ഹാപ്പൻ ഓൺ ദ ക്വസ്റ്റ്യൻ പേപ്പർ? ഐ മീൻ ഓർഡറിൽ എഴുതാനൊക്കെ ആയിട്ടാണോ ക്വസ്റ്റ്യൻ വരിക? നമ്മളിത് ആക്ച്വലി ഡിബേറ്റ് എന്നതൊരു റിട്ടേൺ സംഭവമല്ല, വെർബൽ സംഭവമാണ്. ആൻഡ് നമ്മൾ ഇതൊരു കോഴ്സിന്റെ ഭാഗം, ഒരു പേപ്പറിന്റെ ഭാഗമായിട്ടല്ലല്ലോ, നമ്മളിവിടെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് അല്ലേ പഠിക്കുന്നത്. അഖിലേഷ്, പേർപ്പസ് ഓഫ് POI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ POI റേസ് ചെയ്യുന്നവർക്ക് പോയിന്റ് കിട്ടും. അതായത് വാലിഡ് ആയിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് ടീം പറയുന്ന ക്വസ്റ്റ്യൻസിന് നമുക്ക് പറയുന്ന പോയിന്റ്സിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനെയാണ് POI എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് POI നമ്മുടെ ഓപ്പോസിറ്റ് ടീമിന് ആൻസർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പോയിന്റ് പോകും. യെസ്, നമ്മൾ ക്ലാരിറ്റി സീക്ക് ചെയ്യുകയാണ്. അവർ പറയുന്ന എന്തെങ്കിലും വേർഡിനെ കുറിച്ചോ പോയിന്റിനെ കുറിച്ചോ കൂടുതൽ ഇൻഫർമേഷൻ സീക്ക് ചെയ്യുകയാണ്. സോ വിത്ത് ദാറ്റ് സ്റ്റേജസിന്റെ ഡിബേറ്റ് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഇസ് പെർസ്വേഷൻ. ഒരാളെ പെർസ്വേഡ് ചെയ്യുക അല്ലെങ്കിൽ പെർസ്വേഷൻ എന്നൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരാളെ എന്തെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കുന്നതിനെയാണ് നമ്മൾ പെർസ്വേഡ് ചെയ്യുക അല്ലെങ്കിൽ പെർസ്വേഷൻ എന്ന് പറയുക. ഓക്കെ, അതായത് ഇപ്പൊ സെയിൽസ്മാൻമാര് നമ്മുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ആൾക്കാർ വിൽക്കാൻ വന്നയാളൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് വേടിപ്പിക്കില്ലേ? ദാറ്റ് ഇസ് പെർസ്വേഷൻ. പലപ്പോഴും നമുക്ക് സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ ട്രിപ്പ് പോകണം, വീട്ടിൽ നിന്ന് സമ്മതിക്കില്ല, പക്ഷെ നമ്മൾ പറഞ്ഞ് അത് അങ്ങനെയാണ്, ഇത് ലാസ്റ്റ് ട്രിപ്പാണ്, ഇനി ഒരിക്കലും പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാപ്പാനെ ഉമ്മാനെയൊക്കെ നമ്മൾ സമ്മതിപ്പിക്കില്ലേ? അതിനെയൊക്കെ സമ്മതിപ്പിക്കുന്നതിനെ നമ്മൾ പറയുന്നതാണ് പെർസ്വേഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, സോ ഇംഗ്ലീഷിൽ പെർസ്വേഡ് ചെയ്യാൻ, ദാറ്റ് ഇസ് ബേസിക്കലി ഒരാളെ കൺവിൻസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകൾ. ആദ്യത്തേത് ബിക്കോസ്. ബിക്കോസ് എന്താണ്? വൈ, അതിന്റെ വൈ റീസൺ, എന്തുകൊണ്ട് എന്നുള്ളത്. നമ്മൾ പറയുകയാണെ വോണ്ട് ടു ഗോ ഫോർ ദ ട്രിപ്പ് ബിക്കോസ് ദിസ് വിൽ ബി ലാസ്റ്റ് ട്രിപ്പ് ഇൻ മൈ സ്കൂൾ ലൈഫ്. എനിക്ക് ട്രിപ്പിന് പോയേ പറ്റൂ, കാരണം എന്റെ സ്കൂൾ ലൈഫിലെ അവസാനത്തെ ട്രിപ്പ് ആയിരിക്കും ഇത്. സോ ബിക്കോസ് എന്ന വേർഡ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബിക്കോസ് എന്നാൽ അതിന്റെ വൈ, റീസൺ ആഡ് ചെയ്യുക. എന്തുകൊണ്ട് ഒരു കാര്യം ചെയ്യണം എന്നുള്ളതിന്റെ റീസൺ ആഡ് ചെയ്യുക. പിന്നെ ഒന്ന് കൺവിൻസ് ചെയ്യുക. ഓക്കെ, ചില കാര്യങ്ങൾക്ക് ഒന്നിലധികമോ കാരണങ്ങൾ ഉണ്ടാവും. കൺവിൻസ് ചെയ്യുക അവരെ പറഞ്ഞ്, ഇനി ഒരിക്കലും ഞാനിത് ചോദിക്കില്ല, പൈസ എന്റെ കയ്യിലുണ്ട്, വീട്ടിൽ നിന്ന് പൈസ തരണ്ട, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യുക. അതായത് മനസ്സിലാക്കിപ്പിക്കുക. ഓക്കെ, ഓക്കെ ആണ് എന്നുള്ളൊരു പോയിന്റിൽ എത്തിക്കുന്നതിനെയാണ് കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് പ്രൂവൺ. ഇപ്പൊ നമ്മൾ എന്താണ് പരസ്യങ്ങളിൽ കാണാറില്ലേ, ഡെർമറ്റോളജി ടെസ്റ്റഡ് അല്ലെങ്കിൽ സയന്റിഫിക്കലി പ്രൂവൺ. ആ വാക്കുകൾ നമ്മൾ കൂടുതൽ പെർസ്വേഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സയന്റിഫിക്കലി പ്രൂവൺ ആണ്, അപ്പൊ ഹെൽത്തി ആയിരിക്കും. അല്ലെങ്കിൽ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, അത് നമ്മളെ കൂടുതൽ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനോ. അപ്പൊ ഒരാൾ പറയാണ് നിങ്ങൾ ആ ഷാമ്പു മേടിച്ചോ, അത് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. ആ പ്രൂവൺ എന്നൊരു വാക്കുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ എന്താണ് അതിനോട് സമ്മതിക്കാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അടുത്തതാണ് ഫ്രീ. എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടിയാൽ നമ്മൾക്ക് ആവശ്യമില്ലാത്ത സാധനം ആണെങ്കിൽ പോലും നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യില്ലേ? ഫോർ എക്സാമ്പിൾ, ഇപ്പോ കടകളിലൊക്കെ പോകുമ്പോ എന്താണ് ടേസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും, എന്തെങ്കിലും ഒരു പുതിയ പ്രോഡക്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാവും. സോ ഈവൻ ഇഫ് ഇറ്റ്സ് ഫ്രീ, നമ്മൾ വെറുതെ ടേസ്റ്റ് ചെയ്യില്ലേ? ഒരാൾ വന്നിട്ട് പറയാണ് 10 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഇത് ടേസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതും ഫ്രീ ആയിട്ട് ടേസ്റ്റ് ചെയ്തു എന്ന് പറയുന്നതും എന്താണ്? നമ്മൾ 10 രൂപ കൊടുത്ത് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനം അല്ലെങ്കിൽ താല്പര്യമുള്ള ഒരു സാധനം ആയിരിക്കണം. ബട്ട് ഫ്രീ ആയിട്ട് തരുമ്പോൾ നമ്മൾ എന്തായാലും അത് ആക്സെപ്റ്റ് ചെയ്യും. സോ അതൊരു പെർസ്വേഷൻ ആണ്. ഇത് ഫ്രീ ആണ്, നിങ്ങൾ ട്രൈ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തായാലും അത് സമ്മതിക്കും. നെക്സ്റ്റ് ഇസ് ലിമിറ്റഡ്. 10-ാം തീയതി മുതൽ 20-ാം തീയതി വരെ മാത്രമേ ഈ ഓഫർ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്താണ്? 20-ാം തീയതിക്കുള്ളിൽ തന്നെ നമ്മൾ ഒരു സാധനം പോയി പർച്ചേസ് ചെയ്യും. കാരണം എന്താണ്? ദ ഓഫർ ഇസ് ലിമിറ്റഡ്. അത് നമ്മൾ പെർസ്വേഡ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. ദെൻ നെക്സ്റ്റ് ഇസ് ന്യൂ. എന്തെങ്കിലും പുതിയ പ്രോഡക്ട്സ് വരുമ്പോൾ ഇത് പുതിയതാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, മറ്റുള്ള പ്രോഡക്ട്സിന്റെ ഡിസഡ്വാൻറ്റേജസ് കൂടി ഈ പ്രോഡക്റ്റുമായി അറ്റാച്ച് ചെയ്ത് പുതിയതാണ്. എന്തെങ്കിലും ഒരു പുതിയ സാധനം ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലത്ത്
നമ്മുടെ വീടിന്റെ അടുത്തൊരു പുതിയ പാർക്ക് തുടങ്ങിയാൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് പോയി കാണാൻ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? സോ എന്തെങ്കിലും പുതിയതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെർസ്വേഡ് ചെയ്യാൻ ഈസിയാണ്, പുതിയതിന്റെ പേര് പറഞ്ഞിട്ട്. നെക്സ്റ്റ് ഇസ് റിസൾട്ട്. ആരെങ്കിലൊക്കെ യൂസ് ചെയ്തിട്ട് പറയാണ് ഇത് നല്ല റിസൾട്ട് തരുന്ന സാധനമാണ്, റിസൾട്ടുകളെ കുറിച്ച് പറഞ്ഞ് ഒരു സാധനം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ട്യൂഷൻ സെന്ററിൽ ജോയിൻ ചെയ്യണം ഓൺലൈൻ, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പൊ എന്റെ പാരന്റ്സ് സമ്മതിക്കുന്നില്ല. അപ്പൊ ഞാൻ പറയാണ് പക്ഷെ ഈ ട്യൂഷൻ സെന്ററിന്റെ റിസൾട്ടുകൾ നിങ്ങൾ നോക്കിയേ, എല്ലാ കുട്ടികൾക്കും 100% മാർക്ക് ഉണ്ട്. റിസൾട്ടുകൾ കാണിച്ച് അവരെ സമ്മതിപ്പിക്കാൻ പറ്റും. നെക്സ്റ്റ് ഇസ് യു എന്നാൽ നമുക്ക് ഇമ്പോർട്ടൻസ് തരിക. ദാറ്റ് ഇസ് മാം നിങ്ങൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അതായത് നമ്മളെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് നമ്മൾക്ക് ഉണ്ടാവുന്ന ഗുണങ്ങളെ പറ്റി നമ്മൾ എന്ന വ്യക്തിയെ ഉയർത്തി കാണിച്ചുകൊണ്ട് സംസാരിക്കുക. അപ്പോ നമ്മളെല്ലാവരും കുറെ പേരൊക്കെ അതിൽ വീണു പോകും, അങ്ങനെ സമ്മതിക്കും. നെക്സ്റ്റ് ഇസ് ഇൻസ്റ്റന്റ്ലി. നമ്മളെല്ലാവരും ഒന്നിനും ക്ഷമിക്കാൻ തയ്യാറല്ല, എല്ലാം വേഗം വേഗം കിട്ടണം. യൂട്യൂബിൽ നമ്മൾ മുമ്പ് 1.5-2 മണിക്കൂറിന്റെ വീഡിയോസ് കണ്ടതിൽ നിന്ന് 30 മിനിറ്റിന്റെ ഷോർട്സിലേക്ക് എത്തിയില്ലേ? എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് വേണം. ഇൻസ്റ്റന്റ് സാമ്പാർ, ഇൻസ്റ്റന്റ് പായസം, എല്ലാം ഇൻസ്റ്റന്റ് ആയില്ലേ? സോ ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റന്റ്, നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഓക്കെ, ഒരു ഇൻസ്റ്റന്റ് ചേഞ്ച് ഉണ്ടാവും, ഇൻസ്റ്റന്റ് ആയിട്ട് പിമ്പിൾ മാർക്സ് പോവും എന്നൊക്കെ കേട്ടാൽ നമ്മൾ കൂടുതൽ പെർസ്വേഡഡ് ആവും. സോ ഇതൊക്കെയാണ് പെർസ്വേഷന് യൂസ് ചെയ്യാൻ പറ്റിയ കുറച്ച് വേർഡ്സ്. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? എനിക്ക് നിങ്ങളെ കുറിച്ച് ഇത് വെച്ച് സെന്റൻസ് പറയിപ്പിക്കണം എന്നുണ്ട്, ബട്ട് നെക്സ്റ്റ് സെഷനിൽ ചെയ്യാം. നമുക്ക് ഇത്തിരി ടൈം കുറവാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇനി ഒരു മിനി ഡിബേറ്റ് സെഷൻ, 5 മിനിറ്റ്സിൽ ഒരു ഡിബേറ്റ് നടത്താണ്. ടോപ്പിക് പ്രോസ് ആൻഡ് കോൺസ് ഓഫ് യൂസിങ് സോഷ്യൽ മീഡിയ എന്നതാണ്. ഓക്കെ, പ്രോസ് എന്നാൽ നെഗറ്റീവ്സ് എന്നാണ്, കോൺസ് എന്നാൽ പ്രോസ് എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജും കോൺസ് എന്നാൽ ഡിസഡ്വാൻറ്റേജും ആണ്. നിങ്ങൾ പറയുക ഐ സ്റ്റാൻഡ് ഫോർ ദ മോഷൻ സോഷ്യൽ മീഡിയ ഇസ് ഗുഡ്, അല്ലെങ്കിൽ ഐ സ്റ്റാൻഡ് ഫോർ ദ മോഷൻ സോഷ്യൽ മീഡിയ ഹാസ്, ഞാൻ എക്സാമ്പിൾസ് പറഞ്ഞുതരാം എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സോഷ്യൽ മീഡിയ ഇസ് നെഗറ്റീവ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാസ് എ നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ അവർ ലൈഫ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഹാസ് എ പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ അവർ ലൈഫ്. നിങ്ങളുടെ മോഷൻ, ഓക്കെ, സോ നിങ്ങളുടെ എല്ലാവരുടെയും ഫസ്റ്റ് സെന്റൻസ് ഐ ആം വിത്ത് ദ മോഷൻ, അല്ലെങ്കിൽ ഐ സ്റ്റാൻഡ് ഫോർ ദ മോഷൻ എന്ന് പറഞ്ഞിട്ട് എഗെയിൻസ്റ്റ് ആണോ ഫോർ ആണോ, അതോ അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ എന്നുള്ളത് ക്ലിയർ ആക്കുക. എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത് എന്നുള്ള ഒരു റീസൺ. സോഷ്യൽ മീഡിയ നല്ലതാണ് എന്ന മോഷൻ ആണെങ്കിൽ വൈ, സോഷ്യൽ മീഡിയ ഹാംഫുൾ ആണ് എന്ന് പറയുകയാണെങ്കിൽ വൈ, നിങ്ങളുടെ മോഷനും നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് കിട്ടണം. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. Okay, I stand for the motion. Social media has a positive impact on me. It helps me to connect with people all over the world. Very good, Swapna. നല്ലൊരു സെന്റൻസ് ആണത്. വെരി ഗുഡ്. ആൻഡ് ഗ്രാമർ മിസ്റ്റേക്സ് ഒന്നുമില്ല. വെരി ഗുഡ്. വേറെ ആരുടെയും സെന്റൻസ് ഒന്നും എനിക്ക് കിട്ടിയില്ലല്ലോ. സോഷ്യൽ മീഡിയ ഇസ് ഗുഡ് ബിക്കോസ് വി ഗെറ്റ് മോർ ഇൻഫർമേഷൻ അബൌട്ട് ദ ഹോൾ വേൾഡ് ന്യൂസ്. ഹോൾ വേൾഡ് ന്യൂസ് എന്നൊരു ടേമിനേക്കാൾ നല്ലത് ഗ്ലോബൽ ന്യൂസ്. ഓക്കെ, വി കം ടു നോ അബൌട്ട് ഗ്ലോബൽ ഈവൻസ് എന്നൊക്കെ പറഞ്ഞാൽ ആ സെന്റൻസിന്റെ സ്റ്റാൻഡേർഡ് ഒന്നും കൂടെ മാറും. ആൻഡ് ഐ സ്റ്റാൻഡ് ഫോർ ദ മോഷൻ എന്നുള്ളത് ഒരു സെന്റൻസ് അല്ല കേട്ടോ. ഐ സ്റ്റാൻഡ് ഫോർ ദ മോഷൻ സോഷ്യൽ മീഡിയ ഇസ് ഗുഡ് എന്നതാണ് കേട്ടോ ഒരു സെന്റൻസ്. നേരത്തെ സ്വപ്ന അതെ, ഷാജു അതെ, എല്ലാവരും ഐ സ്റ്റാൻഡ് ഫോർ ദ മോഷൻ കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുന്നുണ്ട്. ഐ സ്റ്റാൻഡ് ഫോർ ദ മോഷൻ സോഷ്യൽ മീഡിയ ഇസ് ഗുഡ്, അല്ലെങ്കിൽ ഐ സ്റ്റാൻഡ് ഫോർ ദ മോഷൻ സോഷ്യൽ മീഡിയ ഇസ് ബാഡ് എന്നതാണ് ഒരു സെന്റൻസ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം സ്റ്റാൻഡ് ഫോർ ദ മോഷൻ സോഷ്യൽ മീഡിയ ഹാസ് എ നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ അവർ ലൈഫ്, അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ സൊസൈറ്റി. നിങ്ങൾക്ക് ഞാനിവിടെ ഒരു കറക്റ്റ് മോഷൻ കൊടുക്കാത്തത് നിങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് സെന്റൻസ് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. It gives opportunity to everyone to raise their opinion. Very good, Shaju Thomas. Good sentence. Social media has a positive side and negative side. Okay, അത് നമ്മളിവിടെ പറഞ്ഞു. നിങ്ങളുടെ സൈഡ് എന്താണെന്നുള്ളതാണ് ഇവിടെ കിട്ടേണ്ടത്. Social media persuade me to get distracted. അത് സോഷ്യൽ മീഡിയ പെർസ്വേഡ് ചെയ്യുന്നതല്ല, നമ്മൾ സോഷ്യൽ മീഡിയ എക്സ്പോഷർ അല്ലെങ്കിൽ അഡിക്ഷൻ കാരണം ഡിസ്ട്രാക്റ്റഡ് ആവുന്നതാണ്. സോ ദാറ്റ് സെന്റൻസ് ഇസ് നോട്ട് റിയലി കറക്റ്റ്. ഓക്കെ, ഐ സ്റ്റാൻഡ് ഫോർ ദ മോഷൻ. ആകാശിന്റെ മോഷൻ എവിടെ? ഐ സ്റ്റാൻഡ് ഫോർ ദ മോഷൻ എന്നേ ഉള്ളൂ. ഏത് മോഷൻ ആണ്? സോഷ്യൽ മീഡിയ ഹാസ് എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് തിങ്സ്, സോ വി ഷുഡ് സ്റ്റാൻഡ് വിത്ത് പോസിറ്റീവ് തിങ്സ്. നോ, കുറച്ചു പേര് മാത്രമാണ് ഞാൻ പറഞ്ഞതുപോലെ ചെയ്തേക്കുന്നത്. ഐ സ്റ്റാൻഡ് ഫോർ ദ മോഷൻ സോഷ്യൽ മീഡിയ ഹാസ് എ പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ മീ. ഇറ്റ് ഹെൽപ്സ് മീ ടു ഗെറ്റ് മോർ നോളജ് ആൻഡ് ഗെറ്റ് ഗ്ലോബൽ ന്യൂസ്. വെരി ഗുഡ്.
പേരറിയില്ല. ഗാലക്സി J4+ എന്നാണ് ഇതിലുള്ളത്. I stand for the motion positively and negatively. No, completely wrong usage ആണത്. Okay? Okay, fine. ഞാൻ ആദ്യം പറഞ്ഞ 2-3 പേരുടെ ആ സെന്റൻസ് ഒന്ന് നോക്കുക കേട്ടോ. ആൻഡ് ഞാനിവിടെ ഓരോരുത്തരുടെ വായിച്ചിട്ട് നല്ലത് എന്ന് പറയുമ്പോൾ എല്ലാവരും ആ സെന്റൻസ് ഒന്ന് നോക്കുക. ഓക്കെ, ഞാനത് നല്ലതാണ് എന്ന് പറയുന്നത് അവരെ അപ്രിഷിയേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ ബാക്കി എല്ലാവരും ആ സെന്റൻസ് ഒന്ന് നോക്കി അതിന്റെ ഫ്രെയിമിംഗ് മനസ്സിലാക്കാൻ വേണ്ടി കൂടിയാണ്. ഓക്കെ, നമ്മൾക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. നിങ്ങൾ ഡിബേറ്റിംഗ് ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്യും. നമ്മൾക്ക് ടൈം കിട്ടുന്ന ഒരു ദിവസം കുറച്ചും കൂടി ഇലാബറേറ്റീവ് ആയിട്ട് സ്റ്റെപ്പ് വൈസ് നമുക്ക് ഡിബേറ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അടുത്തത് ഇൻഫോർമൽ ഇംഗ്ലീഷ്. നമ്മൾ കുറച്ച് ദിവസങ്ങൾ മുമ്പ് കുറെ ഫോർമൽ ആയിട്ട് എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം, ഫോർമൽ ആയിട്ട് സംസാരിക്കുന്ന എങ്ങനെയൊക്കെ നോക്കി. നമ്മൾ കുറച്ചും കൂടെ ഇൻഫോർമൽ ഇംഗ്ലീഷ്, കാരണം നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ആണ് നോക്കുന്നത്. സോ നമുക്കിന്ന് ഇൻഫോർമൽ സ്ലാങ്ങുകൾ നോക്കാം. സ്ലാങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലാങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഇൻഫോർമലി യൂസ് ചെയ്യുന്ന വാക്കുകൾ. അത് നമ്മൾ ഡിക്ഷണറി എടുത്ത് നോക്കിയാലൊന്നും ചിലപ്പോൾ ആ വാക്കുകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മീനിങ്ങിലായിരിക്കില്ല ആ വാക്കുള്ളത്. ഓക്കെ, സോ നമ്മൾ വളരെ ഇൻഫോർമൽ സെറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന വാക്കുകളെയാണ് നമ്മൾ സ്ലാങ് എന്ന് പറയുന്നത്. അതെന്റെ സ്ലാങ് ആണ് അങ്ങനെയാണ് നമ്മൾ പറയാറില്ലേ. ഓക്കെ, സോ ഇവിടെ കുറച്ച് വേർഡ്സ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് ഷഫ്. ഷഫ്ഡ് എന്ന് പറഞ്ഞാൽ വെരി പ്ലീസ്ഡ് ഓർ ഹാപ്പി എന്നാണ് മീനിങ്. ഐ ആം വെരി ഷഫ്ഡ് അബൌട്ട് മൈ മാർക്സ് ഇൻ ദി എക്സാം. എന്റെ എക്സാമിനെ കുറിച്ച് ഓർത്ത് ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ഈ ഓരോ സെന്റൻസ് പറയുന്നതിന്റെ കൂടെ നിങ്ങൾ സ്വന്തമായി ഓരോ സെന്റൻസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാട്ടോ. ദെൻ നെക്സ്റ്റ് ഇസ് ഹാങ് ഔട്ട്. ഹാങ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരുടെങ്കിലും കൂടെ പുറത്തു പോകണം അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് പറയാനാണ്. ഐ വോണ്ട് ടു ഹാങ് ഔട്ട് വിത്ത് യു എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്റെ കൂടെ ഇത്തിരി സമയം ചെലവഴിക്കണം എന്നുണ്ട്. ഐ വോണ്ട് ടു ഹാങ് ഔട്ട് വിത്ത് മൈ പാരന്റ്സ്. എനിക്ക് എന്റെ പാരന്റ്സിന്റെ കൂടെ സമയം ചെലവഴിക്കണം എന്നുണ്ട്. നെക്സ്റ്റ് ഇസ് ബേസിക്. നമ്മൾ ബേസിക് എന്ന് പറയാറ് എന്തിനെയാണ്? കറക്റ്റ് അതിന്റെ മീനിങ്ങില് വളരെ സിമ്പിൾ ആയത് അല്ലെ. നമ്മൾ ബേസിക്സ് ആണെന്ന് പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയതാണ് പഠിക്കുന്നതാണ്. പക്ഷെ ഒരു ഇൻഫോർമൽ സെറ്റിംഗിൽ ദിസ് ഇസ് വെരി ബേസിക് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് വെരി ബോറിംഗ്. അതായത് പ്രത്യേകിച്ച് പുതുമയൊന്നും ഇല്ലാത്ത കാര്യമാണ്, ഇത് വളരെ ബോറിംഗ് ആണ് എന്ന്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് ഫ്ലൂക്ക്. ഇറ്റ് ഹാപ്പൻ കംപ്ലീറ്റ്ലി ഫ്ലൂക്ക്ലി എന്നൊക്കെ പറഞ്ഞാൽ കംപ്ലീറ്റ് ഭാഗ്യം കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. ഐ പാസ്ഡ് എക്സാം ജസ്റ്റ് ഫ്ലൂക്ക്ലി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഭാഗ്യം കൊണ്ട് മാത്രം എക്സാം പാസ്സായതാണ്. നെക്സ്റ്റ് ഇസ് ഹോട്ട്. ഹോട്ടിന്റെ വേർഡ് മീനിങ് എന്താണ്? ചൂടുള്ളത് അല്ലെ. പക്ഷെ വളരെ ഫിസിക്കലി വളരെ അട്രാക്റ്റീവ് ആയ ഒരാളെ പറയും ഹി ഇസ് എ വെരി ഹോട്ട് മാൻ, അല്ലെങ്കിൽ ഷീ ഇസ് എ ഹോട്ട് ലേഡി എന്ന് പറയും. നെക്സ്റ്റ് ഇസ് സോൾട്ടി. സോൾട്ടി എന്നതിന്റെ വേർഡ് മീനിങ് എന്താണ്? ഉപ്പുരസമുള്ളത് അല്ലെ. പക്ഷെ ഒരു ഇൻഫോർമൽ സെറ്റിംഗിൽ സോൾട്ടി എന്ന് പറഞ്ഞാൽ ഐ ആം എ ബിറ്റ് സോൾട്ടി ടുഡേ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഇത്തിരി അപ്സെറ്റ് ആണ്, അല്ലെങ്കിൽ എന്റെ മൂഡ് അത്ര ശരിയല്ല എന്നൊക്കെ പറയാൻ വേണ്ടി പറയാം സോൾട്ടി എന്ന വേർഡ് യൂസ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ഇസ് ഹൂച്ച്. ഹൂച്ച് എന്നാൽ ആൽക്കഹോളിന് വേണ്ടിയിട്ട് ഹൂച്ച് എന്ന് പറയും. മദ്യത്തിന് യൂസ് ചെയ്യുന്ന മറ്റൊരു ഇൻഫോർമൽ ടേം ആണ് ഹൂച്ച്. ദെൻ നെക്സ്റ്റ് ഇസ് ജാസ്ഡ്. ജാസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ എക്സൈറ്റഡ് ആവാം. ജാസ്ഡ് ഫോർ ദ പാർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പാർട്ടിക്ക് വേണ്ടി വളരെ എക്സൈറ്റഡ് ആണ്, എനർജറ്റിക് ആണ്, വളരെ ഉഷാറിലാണുള്ളത് എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ജാസ്ഡ്. നെക്സ്റ്റ് ഇസ് ലിറ്റ്. ലിറ്റ് എന്നാൽ അടിപൊളി എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലിറ്റ്. ഓ ദ ഫിലിം ഇസ് ജസ്റ്റ് ലിറ്റ് എന്ന് പറഞ്ഞാൽ സിനിമ അടിപൊളിയാണ്, എൻജോയബിൾ ആണ് എന്നൊക്കെ മീൻ. Then to flex. He is showing his iPhone just to flex. ഫ്ലെക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ ആൾക്കാരെ കാണിക്കുക, ഷോ ഓഫ് ചെയ്യുക എന്ന് പറയുന്നതാണ് ടു ഫ്ലെക്സ്. ഷീ ഇസ് ഫ്ലെക്സിങ് ടു മച്ച് അബൌട്ട് ഹെർ ഹൗസ്. അവൾ അവളുടെ വീടിനെ കുറിച്ച് ഒരുപാട് ഷോ ഓഫ് ചെയ്യുന്നുണ്ട്. വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതിനെയാണ് കേട്ടോ ഷോ ഓഫ് എന്ന് പറയുക. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് സം ഫോർമൽ യൂസേജ് അല്ലെങ്കിൽ സ്ലാങ്സ്. ഓക്കെ, ഇനി ഇവിടെ ജസ്റ്റ് ഒരു ഫൺ ക്വിസ്. ഞാൻ ഓരോ വേർഡ് ചോദിക്കും, നിങ്ങൾ ആരും ഇത് സെർച്ച് ചെയ്യൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് പറഞ്ഞാൽ മതി. ഇതിന്റെ മീനിങ്സ് ഞാൻ തന്നെ പറഞ്ഞുതരാം. ഓക്കെ, ഇതൊക്കെ ഇതുപോലെ കറക്റ്റ് മീനിങ് അല്ല, മറിച്ച് ഇതൊക്കെ ഓരോ സ്ലാങ് ആണ്, ഇതൊക്കെ ഇൻഫോർമൽ ടേംസ് ആണ്. ഫസ്റ്റ് വൺ, സ്പില്ലിംഗ് ദ ടീ. വാട്ട് ഡു യു തിങ്ക് ദീസ് വേർഡ്സ് മീൻ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ജസ്റ്റ് ഒരു ഫൺ ക്വിസ്, നമ്മൾക്ക് എല്ലാവർക്കും ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആരും പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വരണ്ട. സ്പില്ലിംഗ് ദ ടീ എന്നാൽ സ്പിറ്റിംഗ് ഔട്ട് ട്രൂത്ത് അല്ല, ടെല്ലിംഗ് എ സീക്രറ്റ് അല്ല,
ഫുൾ ടീ അല്ല, ടു കംപ്ലീറ്റ് അല്ല, സ്പോയിലിംഗ് അല്ല, ഡിസ്കഷൻ അല്ല. സ്പില്ലിംഗ് ദ ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോസിപ്പ് ചെയ്യുക. ഓക്കെ, വെറുതെ ഇരുന്ന് ഓരോന്നിനെ കുറിച്ച് ഗോസിപ്പിംഗ് എന്ന് പറയില്ല, ഇല്ലാത്തത് ഉണ്ടാക്കി പറയുക. ആ ഒരു ഗോസിപ്പിങ്ങിനെ പറയുന്നതാണ് സ്പില്ലിംഗ് ദ ടീ. ഓക്കെ, ഫോർ എക്സാമ്പിൾ, സീമ ആൻഡ് ഹർ ഫ്രണ്ട്സ് ആർ ജസ്റ്റ് സിറ്റിംഗ് ആൻഡ് സ്പില്ലിംഗ് ദ ടീ എന്ന് പറഞ്ഞ സ്പില്ലിംഗ് ദ ടീയുടെ ശരിക്കും അർത്ഥം എന്താണ്? ചായ കൊട്ടുക, ചായ കളയുക. ഓക്കെ, സ്പില്ലിംഗ് ദ ടീ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗോസിപ്പിംഗ് എന്നാണ് മീനിങ്. ഓക്കെ, കം ടു ദ നെക്സ്റ്റ് വേർഡ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഫ്രേസ്, ക്ലാപ്പ് ബാക്ക്. ക്ലാപ്പ് ബാക്ക്. നോ, ബാക്ക് സ്റ്റാബിംഗ് അല്ല. യെസ്, വെരി ഗുഡ് ഡെൽഷ്യ ഹാനു. സ്പീക്ക് ബാക്ക്. നമ്മൾ എന്തിനോടെങ്കിലും റിയാക്ട് ചെയ്യുക അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നതിനെയാണ് ക്ലാപ്പ് ബാക്ക് എന്ന് പറയുക. ഐ ക്ലാപ്ഡ് ബാക്ക് ടു ദ മാൻ വെൻ ഹി യെൽഡ് അറ്റ് മീ. ആ ആളെന്നെ ചീത്ത പറഞ്ഞപ്പോ ഞാൻ നല്ല രീതിയിൽ റിയാക്ട് ചെയ്തു എന്ന് പറയുന്നതിന് പകരം യു ക്യാൻ യൂസ് ഐ ക്ലാപ്ഡ് ബാക്ക്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഇസ് ഹാംഗ്രി. HANGRY. കുറച്ചു പേരെങ്കിലും ഇത്. യെസ്, വെരി ഗുഡ് അരുണിമ. ആങ്കർ ഫ്രം ഹംഗ്രി. ഫ്രം ഹങ്കർ. നമുക്ക് വിശന്നിട്ട് നമ്മുടെ മൂഡ് മാറി ദേഷ്യം വരില്ലേ? കാരണം വിശപ്പ്, ഫുഡ് കഴിക്കുക എന്നത് നമ്മുടെ ബേസിക് നെസസിറ്റി ആണ്. സോ വിശക്കുമ്പോൾ നമ്മളുടെ ബോഡിയിലെ പല വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും ചെയ്യും, നമ്മൾക്ക് ദേഷ്യം വരും. സോ വിശപ്പിൽ നിന്നുണ്ടാവുന്ന ദേഷ്യത്തിനെയാണ് ഹാംഗ്രി എന്ന് പറയുന്നത്. ഹങ്കർ പ്ലസ് ആംഗ്രി, ഹാംഗ്രി. ഓക്കെ, ഇതൊന്നും ഡിക്ഷണറിയിലുള്ള വേർഡ് അല്ല. ഓക്കെ, വളരെ ഒരു ഇൻഫോർമൽ സെറ്റപ്പിൽ യൂസ് ചെയ്യുന്ന വേർഡ് ആണ്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ഇസ്, ഓക്കെ, ഇത് നമ്മളുടെ ഇന്നത്തെ, നമ്മൾ ഇപ്പോ ലാസ്റ്റ് വീക്ക് ഒരു റോൾ പ്ലേ ചെയ്തു, അതിനു മുമ്പത്തെ വീക്ക് നമ്മൾ ഒരു ക്രോന്റെ സ്റ്റോറി ചെയ്തു അല്ലെ? അതുപോലെ ഈ വീക്ക് നമുക്ക് ചെയ്യാനുള്ളതാണ് കൾച്ചറൽ എക്സ്ചേഞ്ച് അല്ലെ? ഇപ്പോ ഈ ഗ്രൂപ്പില് ഈ മീറ്റില് 118 പേരുണ്ട്. 118 പേരും ഡിഫറെന്റ് ആണ് അല്ലെ? നമ്മളെല്ലാവരും പല സ്ഥലത്തു നിന്ന് വരുന്നവരാവാം, ഒരേ ഡിസ്ട്രിക്റ്റിൽ നിന്നും, പക്ഷെ ഓരോ ഡിസ്ട്രിക്റ്റിന്റെ പല ഭാഗത്ത് പല ഭാഷകളായിരിക്കാം, പല വ്യത്യസ്ത കൾച്ചറുകളായിരിക്കാം. സോ എനിക്ക് നിങ്ങൾ തരേണ്ടത് 2 or 3 സെന്റൻസ് ആണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം. ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ സെന്റൻസ് ഷെയർ ചെയ്യുക. ഓക്കെ, ഷെയർ സംതിങ് യുണീക് അബൌട്ട് യുവർ ഓൺ കൾച്ചർ. നിങ്ങളുടെ എല്ലാവരുടെയും നാട്ടിലെ കൾച്ചർ, അത് നിങ്ങളുടെ റീജിയണൽ ബേസ്ഡ് ആയിരിക്കാം, സ്ഥലത്തിന്റെ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലീജിയൻ ബേസ്ഡ് ആവാം, നിങ്ങളുടെ നാട്ടിലെ ഏതെങ്കിലും ആർട്ട് ഫോംസ് ആവാം, ഫെസ്റ്റിവൽസിനെ കുറിച്ചാവാം. കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. എന്റെ വീടിരിക്കുന്ന സ്ഥലം അഴീക്കോടാണ്. സോ എന്റെ കൾച്ചറിനെ കുറിച്ച് ഐ കെൻ സേ, ഇൻ അഴീക്കോട് വി ഹാവ് എ കൾച്ചർ ഓഫ് കാച്ചിങ് ഫിഷ് യൂസിങ് ചീനവല. ചീനവലയുടെ ഇംഗ്ലീഷ് ചൈനീസ് നെറ്റ് എന്നാണെന്ന് പറയപ്പെടുന്നു. ഓക്കെ, സോ അങ്ങനെ പറയാം. സോ അങ്ങനെ കൾച്ചറൽ സ്പെസിഫിക് ആയിട്ടുള്ള വേർഡുകൾ ഉണ്ട്. ഇപ്പൊ ചീനവല അല്ലെങ്കിൽ തെയ്യം, കുച്ചിപ്പുടി, അതിനൊന്നും പ്രത്യേകിച്ച് ഇംഗ്ലീഷ് വേർഡ്സ് ഇല്ല. നിങ്ങൾക്ക് ആ വേർഡുകൾ തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങളുടെ നാട്ടിൽ പ്രത്യേകമായുള്ള, അല്ലെങ്കിൽ ഐ ആം ഫ്രം മലബാർ ഏരിയ ആൻഡ് ഇൻ മൈ പ്ലേസ് വി പ്ലേ എ ഡാൻസ് ഫോം കോൾഡ് ഒപ്പന ഫോർ വെഡിങ്സ്. ഓക്കെ, അതുപോലെ എന്തെങ്കിലും ഫെസ്റ്റിവൽസ്. ഐ ആം ഫ്രം കണ്ണൂർ and the most famous art form in my culture is തെയ്യം. ഓക്കെ, ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സെന്റൻസ് നിങ്ങളുടെ കൾച്ചറിനെ കുറിച്ച് പറയുക. നെക്സ്റ്റ് സെന്റൻസ്, നിങ്ങളുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സ്ലാങ് പറയുക. അതിങ്ങനെ, ഇൻ മൈ പ്ലേസ് ഐ യൂസ് ദ വേർഡ് ബത്തക്ക ഫോർ വാട്ടർമെലൺ. ആ വാക്കും അതിന്റെ കൂടെ തന്നെ അതിന്റെ മീനിങ്ങും പറയുക. ഓക്കെ, സോ ഈ എല്ലാവരും ആദ്യം ഒരു സെന്റൻസ് പിന്നെ ഒരു സെന്റൻസ്, അങ്ങനെയല്ല. എനിക്ക് നിങ്ങളുടെ ഈ 2 or 3 സെന്റൻസ് ഒരുമിച്ചാണ് കിട്ടേണ്ടത്. നിങ്ങളുടെ സ്ഥലത്ത് ഒന്നിലധികം കൾച്ചറൽ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പറയാം. സ്ലാങ് എന്തെങ്കിലും ഒരെണ്ണം, എല്ലാവരും ഒറ്റ വാക്കും അതിന്റെ മീനിങ്ങും. ഫോർ എക്സാമ്പിൾ, ഇൻ മൈ നേറ്റീവ് അല്ലെങ്കിൽ ഇൻ മൈ പ്ലേസ് ഐ യൂസ് ദ വേർഡ് കർമൂസ് ഫോർ പപ്പായ. ആ മലയാളം വേർഡിനെ നിങ്ങൾ അങ്ങനെ ഇംഗ്ലീഷിൽ KARMOOS അങ്ങനെ വായിക്കാൻ പറ്റുമല്ലോ, അങ്ങനെ തന്നെ അടിച്ചാൽ മതി. ഓക്കെ, സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. എനിക്ക് എല്ലാവരുടെയും റിപ്ലൈ കിട്ടണേ. ഐ ആം ഫ്രം തൃശ്ശൂർ and the most famous festival in my place is Thrissur Puram. Okay, very good. I am from Fort Kochi and we burn Papanji during New Year celebration. Very good. I am from Malappuram. We have a culture named Kaliyatam. Okay, very good. My native place Tripurayar.
ടുഡേ എൻജോയ്ഡ് ത്രിപ്രിയർ ഏകദേശി എന്നാണോ? ഞാൻ വായിക്കുന്ന വേർഡുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ഫോർഗിവ്. ഓക്കെ, ബിക്കോസ് മലയാളം ഇംഗ്ലീഷിൽ അടിക്കുമ്പോൾ എനിക്ക് അറിയാത്ത വാക്കുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ വായിക്കുമ്പോൾ ചെറിയ പ്രശ്നം വരും. I am from Kannur. In Kannur, men are staying in wives' house. We are calling here Mangalam for marriage. Very good, Arfat. എനിക്ക് ഈ ഒരു രീതിയിലാണ് കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും വേണ്ടത്. വെരി ഗുഡ്. രണ്ടും അവരുടെ കൾച്ചറലി ഉള്ള കാര്യവും പറഞ്ഞു, അറ്റ് ദ സെയിം ടൈം സ്ലാങ്ങും പറഞ്ഞു. I am from Malappuram. In my place, we call Kolai for corridor. Very good. And corridor ന്റെ spelling QA അല്ല കേട്ടോ, CORRID ആണ്. ഒന്ന് ശ്രദ്ധിക്കണം. വെരി ഗുഡ് സെന്റൻസ്. My place Kannur was the land of looms. Okay. അധികം കണ്ണൂക്കാരാണല്ലോ. I am from Kannur, the land of lords and looms. The main art form of our village is Theyyam. Okay. I am from Malappuram. The most famous culture here is Oppana. Cultural, അത് cultural ആർട്ട് ഫോമോ ഡാൻസ് ഫോമോ അങ്ങനെ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആക്കണം. ഇവിടുത്തെ ഏറ്റവും ഫേമസ് കൾച്ചർ എന്ന് പറയാനില്ല, ആ നാട്ടിലെ കൾച്ചറാണത്. കൾച്ചറൽ ഫേമസ് ആയിട്ടുള്ളത് എന്താണെന്നാണ് പറയുന്നത്. I am from Malappuram. In my place, I am from Thrissur. I am from Thrissur and one of our unique art form is Pulikali. Very good. I am from Malappuram. We are famous in Kalpandugali. Okay, football. I am in Kannur and my native we celebrated a wedding with a song festival. Sentence manasilayilla ട്ടോ. I am from Kodingalur. The first Muslim mosque in Asia is located here. Okay. I am from Talasheri. Azan's iPhone. Okay, I am from ഞാനും കൊടുങ്ങല്ലൂർ എന്നാണ് കേട്ടോ. എന്റെ നേറ്റീവ് പ്ലേസും കൊടുങ്ങല്ലൂർ ആണ്. I am from Talasheri. We have a unique culture of treating guests with a lot of food. Very good. We generally say beng ki for hurry up. Very good. ഷത് ഫ്രെയിം ചെയ്തേക്കുന്ന സെന്റൻസുകൾ നോക്കൂ കേട്ടോ. ഞാൻ പറഞ്ഞത് കറക്റ്റ് മനസ്സിലാക്കി അതുപോലെ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് ഷത. Okay. Okay, I am from Idukki and Idukki is a place with lot of dance. Here we say papaya as kaplanga. Very good, Asan V. Josh. Very good sentence. I am from Palakkad. Porottu Nadagam is a famous cultural program performed during festivals. Indanda is a slang used to ask people, what do you need? Okay, very good, Agilesh. Okay, I am from Maldives. Bodo Peru is a traditional form in Maldives. Okay. So, okay, thank you. അപ്പൊ ഇവിടെ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് നടന്നില്ലേ? കുറെ പേര് ഓരോ നാട്ടില് കണ്ടുവരുന്നത് എന്തൊക്കെയാണ്, ഓരോ നാട്ടിൽ യൂസ് ചെയ്യുന്ന സ്ലാങ് എന്താണെന്നൊക്കെ കുറച്ച് ഐഡിയ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയില്ലേ? നമ്മളെല്ലാവരും പല നാട്ടിൽ നിന്നാണ്. സോ ഇവിടെ ഇപ്പൊ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് നടന്നു. നമ്മളെല്ലാവരും നമ്മുടെ എല്ലാവരുടെയും കൾച്ചർ തമ്മിൽ ഷെയർ ചെയ്തു. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. നിർത്തിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് ഇസ് ക്വസ്റ്റൻ ആൻസർ. എന്തെങ്കിലും ഡൗട്ട്സ് ഇതുവരെ നമ്മൾ പഠിച്ച എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ക്വിക്ക് ആയിട്ട് ചോദിച്ചോളൂ. I am from Malapi. Here papaya is known as papparakka. Okay, I think papaya and watermelon ആണ് ഏറ്റവും കൂടുതൽ പേരുള്ളത്. കപ്ലങ്ങ, കപ്പങ്ങ, കർമൂസ്, പപ്പരക്ക, ഒരുപാട് പേര്. സെയിം വിത്ത് വാട്ടർമെലൺ, ബത്തക്ക, ചക്കരമത്ത, തണ്ണിമത്തൻ. ഓക്കെ, രേഷ്മ, കൺവിൻസിങ്ങിന്റെ മീനിങ് ആണോ? കൺവിൻസ് എന്നാൽ ഒരാളെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക, സമ്മതിപ്പിക്കുക, അതിനെയാണ് കൺവിൻസ്. ആൻഡ് കൺവിൻസിന്റെ സ്പെല്ലിംഗ് ഇതല്ല കേട്ടോ, CONVINCE ആണ് കൺവിൻസിങ്. യെസ്, പപ്പായ, കോമക്കായ ഇൻ പാലക്കാട്. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് കൾച്ചറൽ എക്സ്ചേഞ്ച് നിർത്താം. നമ്മൾക്ക് ഇവിടെ ഡൗട്ട് സെഷൻ ആണ് ഇപ്പോ. ഓക്കെ ഓക്കെ, എല്ലാരും കുറെ ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും പേരിടുന്നുണ്ട്. അഡ്ജക്റ്റീവ് ആൻഡ് ആഡ്വേർബിന്റെ ഡിഫറൻസ്. അഡ്ജക്റ്റീവ് എന്താണ്? നമ്മളൊരു നൗണിനെ, നെയിമിംഗ് വേർഡ്സിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് അഡ്ജക്റ്റീവ്സ്. ഫോർ എക്സാമ്പിൾ, എന്താണ്? അനു ഇസ് വെരി ബ്യൂട്ടിഫുൾ. അനു എന്നതാണ് നൗൺ. അനുവിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്തതാണ് ബ്യൂട്ടിഫുൾ. സോ ബ്യൂട്ടിഫുൾ അഡ്ജക്റ്റീവ് ആണ്. ഇനി ആഡ്വേർബ് എന്താണ്? വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഷീ ഇസ് സിംഗിങ് വെരി സോഫ്റ്റ്ലി. ഓക്കെ, സിംഗിങ് എന്നത് ആക്ഷൻ ആണ്, വേർബ് ആണ്. ആ വേർബിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഫ്റ്റ്ലി എന്ന വേർഡ് യൂസ് ചെയ്തത്. ഓക്കെ, സോ അത് ആഡ്വേർബ് ആണ്. നിങ്ങൾ ആഡ്വേർബ്സ് ഐഡന്റിഫൈ ചെയ്യാൻ അധിക ആഡ്വേർബും LYയിലാണ് അവസാനിക്കുക. ഫോർ എക്സാമ്പിൾ, സോഫ്റ്റ്ലി, ഷീ ഇസ് ഡാൻസിങ് ഗ്രേസ്ഫുള്ളി.
He is drawing magically. Okay, action wordനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് adverb. Verbനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് adverbും നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് adjectiveും. കാർത്തിക റണ്ണിങ് ക്വിക്ലി എന്ന് ചോദിച്ചേക്കുന്നത് എന്താണ് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഒരു ഡൗട്ടാണ്, വെരി വെരി വാലിഡ് ഡൗട്ട്. നേരത്തെ പറഞ്ഞില്ലേ ഡിബേറ്റിന്റെ കാര്യത്തിൽ ഓപ്പോസിറ്റ് ഉള്ള ടീമിനോട് അവര് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് അവരോട് പറയാം. അപ്പൊ നമ്മൾ അത് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ആവില്ല. ഓക്കെ, അതില്ല, അത് നമ്മൾ അവർ പറയുന്നതിന് നമ്മളൊരു ആക്സെപ്റ്റൻസ് കൊടുക്കുകയാണ്. ദാറ്റ് ഇസ് അവരെ സപ്പോർട്ട് ചെയ്യുന്നല്ല. ഓക്കെ, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷെ എന്നിരുന്നാലും അതിനേക്കാൾ വലിയ ഭവിഷ്യത്തുകൾ ഉണ്ട് എന്നാണ് നമ്മുടെ കംപ്ലീറ്റ് സെന്റൻസ്. ഓക്കെ, ഞാൻ റെസ്പെക്ട്ഫുള്ളി സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫ്രേസസ് ആയിരുന്നു പറഞ്ഞു തന്നത്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെയായിരിക്കും പറയാം, വാട്ട് യു ആർ ടെലിംഗ് ഇസ് ഓൾ ഇൻട്രസ്റ്റിംഗ് ബട്ട് ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് സോഷ്യൽ മീഡിയ ഇസ് ഗ്രേറ്റർ ദാൻ ഓൾ ദീസ്. നിങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷെ ഇതിന്റെ ഭവിഷ്യത്തുകൾ ഇതിനേക്കാൾ വലുതാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഓക്കെ ഓക്കെ ഐശ്വര്യ ജഡ്ജ്. ഓക്കെ, ആൻഡ് ഇതിലെല്ലാം സബ്ജക്റ്റീവ് കാര്യങ്ങൾ ഉണ്ടല്ലോ. ഈവൻ ഞാൻ ഡിബേറ്റ് ക്ലബിൽ കുറച്ചാൾ ഉണ്ടായിരുന്ന ആളായിരുന്നു. നമ്മൾ ഒഫീഷ്യലി അല്ലെങ്കിൽ ഫോർമൽ ഡിബേറ്റ്സിലായും ഇൻട്രസ്റ്റിംഗ് അങ്ങനെ യൂസ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് കുഴപ്പമില്ല. പിന്നെ ഓരോ ജഡ്ജസിന്റെ സബ്ജക്റ്റീവായ ഒപ്പീനിയൻസ് അവർ പറഞ്ഞതായിരിക്കും. ഓക്കെ ഓക്കെ, ഇനി അങ്ങനെ ഒരു അവരെ സപ്പോർട്ട് ചെയ്യുന്നത് പോലത്തെ ഒരു ട്യൂണിലാവും എന്നുണ്ടെങ്കിൽ ബെറ്റർ ആ ഒരു ഫ്രേസ് യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, നമ്മൾ പറയുന്നതിൽ ആൻഡ് ഒരു ഡിബേറ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ട്യൂൺ, നമ്മുടെ വോയിസ് ടോൺ. ഓക്കെ, നമുക്ക് വളരെ ഇതായിട്ട് അവരെ ഡിസ്കറേജ് ചെയ്യുന്നത് പോലെ പറയാം, ഓഹോ ഇപ്പോ വാട്ട് യു ആർ ടെലിംഗ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ബട്ട് ദ ഡിസ്അഡ്വാൻറ്റേജസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ട്യൂണിൽ മോഡുലേഷൻസ് യൂസ് ചെയ്യുക എന്നുള്ളത്, വോയിസ് മോഡുലേഷൻ എന്നതൊക്കെ ഒരു ഡിബേറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കോൺഫിഡൻസ് കുറവാണ്, ഗ്രാമർ പ്രോബ്ലം, അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, ഇപ്പോഴും ചിലർക്ക് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും, ചിലര് സ്ലോ പേസിലായിരിക്കും ഇംപ്രൂവ് ചെയ്യുന്നത്. അതൊന്നും കുഴപ്പമില്ല. തരുന്ന ടാസ്കുകൾ ചെയ്യുകയും നിങ്ങൾ നിങ്ങളുടേതായ എഫേർട്ട് എടുക്കുന്നുണ്ട് എങ്കിൽ എന്തായാലും അതിനുള്ള ഇംപ്രൂവ്മെന്റ് കിട്ടും. ഓക്കെ, അപ്പാരന്റ്ലി യൂസ് ചെയ്യുക ഉറപ്പായിട്ടും എന്നുള്ള മീനിങ് ആണ്. ലൈക്ക് ഇറ്റ് ഈസ് വെരി അപ്പാരന്റ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ അപ്പാരന്റ്ലി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഓക്കെ ഇറ്റ് ഈസ് വെരി ഒബ്വിയസ്, ഇത് ഷുവർ ആണല്ലോ, ഉറപ്പാണല്ലോ. അതായത് വിൽ ഷി ബി കമ്മിങ് ഫോർ ദ പാർട്ടി, യെസ് ഇറ്റ് ഈസ് വെരി അപ്പാരന്റ് എന്ന് പറഞ്ഞാൽ അത് എന്തായാലും ഉറപ്പാണല്ലോ എന്നൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പാരന്റ് എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഐ വിൽ ബി സ്റ്റഡിങ് എ കോഴ്സ് ടു ഗെറ്റ് എ ജോബ്. ഐ വിൽ ബി സ്റ്റഡിങ് എന്നാൽ ഞാൻ പഠിക്കാൻ പോവുകയാണെന്നാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണെന്നുണ്ടെങ്കിൽ ഐ ആം സ്റ്റഡിങ് എ കോഴ്സ് ടു ഗെറ്റ് എ ജോബ് എന്നാണ് പറയാം. ഓക്കെ, സോ വിത്ത് ദാറ്റ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. 9 മണി കഴിഞ്ഞ് 3 minutes കഴിഞ്ഞു. നെക്സ്റ്റ് വീക്കിൽ ഈ വീക്ക് കുറച്ച് ഇൻഫോർമൽ കാര്യങ്ങളായിരുന്നു. അടുത്ത വീക്ക് നമ്മൾ വീണ്ടും കുറച്ചും കൂടെ ഫോർമൽ ആവുകയാണ്. പ്രൊഫഷണൽ ഇംഗ്ലീഷ് ആയിരിക്കും നോക്കുക, ലാംഗ്വേജ് ഓഫ് ദ വർക്ക് പ്ലേസ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ദെൻ ആക്ടിവിറ്റി റോൾ പ്ലേ ആയിരിക്കും. പ്രൊഫഷണൽ സിനാരിയോസിൽ, ഒരു ഓഫീസ് സെറ്റപ്പില്, ഒരു ഹോസ്പിറ്റൽ സെറ്റപ്പിലൊക്കെ ഉള്ള പ്രൊഫഷണൽ സിനാരിയോസിലായിരിക്കും നമ്മൾ റോൾ പ്ലേ ചെയ്യുക. Then advanced writing skills, email and report writing ആയിരിക്കും. So with that we are winding up. So shall we call it a day? So we are winding up. Next week കാണാം.